അടുത്ത വീഡിയോയിലേക്ക് കടന്നു എല്ലാവർക്കും വെൽക്കം, അതായത് സ്വാഗതം അറിയിച്ചുള്ളത്. ക്രൈസിന്റെ കൃപയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ മനോഹരമായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. പൂർവ്വത്തിനി കാണ്ടർലി പറ്റി ദിലീപിന്റെ വിഷയത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കിടക്കാം. കാരണം ഇന്നാള് നമ്മൾ പറഞ്ഞ എന്താണ്, പൂർവ്വത്തിനി കാണ്ടർലി പറ്റി, അതായത് നമ്മള് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പം ദിലീപിന്റെയും കാവ്യമാധവന്റെയും ഈ ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾക്ക് കാരണം ദുർമോഹമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുവാൻ്റെ കൊണം തീയതി ഇടയത്തിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രസ്താവിക്കാൻ പോകുന്നത് ദിലീപിന്റെ, അതായത് ദിലീപിന്റെയും കാവ്യമാധവന്റെ ദുർമോഹം. അതായത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് എന്ത് ചെയ്യുന്നു, മരണത്തെ പ്രസവിക്കുന്നു. മരണം പലതരത്തിലുണ്ട്, അതായത് ശാരീരിക മരണം, മാനസിക മരണം, അതുപോലെ തന്നെ സ്പിരിച്വൽ ഡെത്ത്. മരണം എത്ര തരമുണ്ട്? ശാരീരിക മരണം, മാനസിക മരണം, സ്പിരിച്വൽ ഡെത്ത്. ദിലീപിനും കാവ്യമാധവനും സംഭവിച്ചത് ഒരു തരം മാനസിക മരണമാണ്. ചില ആൾ പറയില്ലേ, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യന്റെ ഭർത്താവിനെ തട്ടിയെടുത്തിട്ട് ആ ബാങ്ക് ഉദ്യോഗസ്ഥനെ വേദനിപ്പിച്ചിട്ട് ദിലീപിന്റെ കൂടെ ജീവിക്കാൻ വന്നു. അതുപോലെ ദിലീപ് എന്ത് ചെയ്തു, മഞ്ജു വാര്യർ എന്ന നല്ല ഐശ്വര്യമുള്ള സ്ത്രീനെ തള്ളിക്കളഞ്ഞിട്ട് വല്ലവന്റെയും ഭാര്യയുടെ പുറകെ പോയി. അപ്പൊ അത് പണ്ട് പിണറായി വിജയൻ പോലും പറഞ്ഞിട്ടുണ്ട്, മടിയിൽ കനവുള്ളവനെ പേടിക്കുള്ളൂ എന്നല്ലേ. ഉപ്പ് തിന്നുന്നവനെന്ത് ചെയ്യും, മറ്റേ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പറയുന്ന പോലെ NaCl കുടിക്കും എന്നാ പറയുന്നത്. സോഡിയം ക്ലോറൈഡ് ഗീസ് Na++Cl-. നമ്മളടുത്തൊന്നും പറഞ്ഞ് ജയിക്കാക്കത്തില്ല, കാരണം നമ്മൾ കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിപ്പിക്കുന്നവരാണ്. ഇങ്ങോട്ട് നിന്റെ വാദമൊന്നും വേണ്ടടാ ഗോപാലകൃഷ്ണ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇയാൾക്കുള്ള മൂന്നാമത്തെ മരുന്ന്, ആദ്യത്തെ ഒരു 2-3 വീഡിയോസ് പറഞ്ഞു, ഇതൊരു വീഡിയോ സീരീസ് ആണ്, ഇങ്ങനെ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവനവന്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരാതിരിക്കട്ടെ, ആ രീതിയിൽ ചിന്തിച്ചാലും നിനക്ക് മനസ്സിലാവും പൂർവ്വത്തിന് കാണ്ടറിൽ പറ്റി. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, പൂർവ്വത്തിന് കാണ്ടറിൽ പറ്റി ആ നല്ല സ്ത്രീനെ നീ എന്ത് ചെയ്തു, പിന്നെ വേദനിപ്പിച്ചിട്ട് പൂർവ്വത്തിന് കാൽപെട്ടി നീ എന്ത് ചെയ്തു, നീ സിനിമ ലോകമെല്ലാം നീ അടക്കി വാഴുന്ന ഒരു വ്യക്തിയായിട്ട് നീ എന്ത് ചെയ്തു, നീ അങ്ങ് മാറി. അതായത് ഒരു മെമിക്രി ആർട്ടിസ്റ്റായിട്ട് വന്ന നീ പിന്നീട് നീ എന്ത് ചെയ്തു, പൂർവ്വത്തിന് കാണ്ടർ ലിബർട്ടി. പിന്നത്തേല് പിന്നെ എന്താണ്, പുള്ളിങ് ഡൗൺ സ്ട്രോഹോൾസ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വന്ന് നിനക്ക് മര്യാദയ്ക്ക് പിന്നെ 1998 മാനത്തെ കൊട്ടാരം അല്ലെ, അപ്പൊ അങ്ങനെ സുരേഷ് ഗോപിയുടെ ഭാഷ പറഞ്ഞു എന്തുണ്ട് വിശേഷം, നമുക്കൊന്ന് പൊരുതി നോക്കിയാളോ എന്നൊക്കെ പറയുന്ന ആ സിനിമയിലൊക്കെ നല്ല കത്തിയൊന്നും അന്നൊന്നും നിനക്ക് ഇതിന്റെ ഒന്നും പിന്നെ ഇങ്ങനത്തെ ഒരു കേസ് നീ പിന്നെ എന്താണ് ദിലീപ് നിനക്ക് വന്നു വിട്ടിട്ടില്ല. എന്റെ യഥാർത്ഥ പേര് എന്താണ്, ഗോപാലകൃഷ്ണനാണ് അല്ലെ. ആ പേരിനെയും കൂടെ അപമാനിക്കാതെടാ. പൂർവ്വതൻ യുഗങ്ങൾ 1994 അടുപ്പിച്ചൊക്കെയാണ് നീ സിനിമാ രംഗത്തേക്ക് കടന്നത്. അതിനുമുമ്പേന്ന് നീ ഇതിലേക്ക് വന്നിട്ടില്ല. ആ സമയത്ത് ഇന്ന് എന്റെ കൂടെയുള്ള പല ആളുകൾക്കും ഇങ്ങനെ കാലിലൊന്നും ദുരിതമോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അവരൊക്കെ അന്ന് നല്ല മനസ്സിലായില്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? എന്റെ കൂടെ ഇപ്പം ഒരാളിരിപ്പുണ്ട്, അദ്ദേഹത്തിനൊക്കെ കുറച്ചൊന്നും നടന്ന് എന്തോ ചില കാരണത്താൽ പുകവലിയോ എന്തോ കാരണമായിരിക്കണം ഇങ്ങനെയൊക്കെ വന്നത്. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റി. ഇനി സമയം വൈകിട്ടൊന്നുമില്ല. പൂർവ്വതൻ കാണ്ടറിൽ പറ്റി ഇതിനേക്കാളും മാരകമുള്ള ആനക്കാലമുള്ളവർ ഇവിടെ രക്ഷപ്പെട്ടിരിക്കും. ആനയെ പോലെ പെരുത്ത കാലമുള്ളവർ രക്ഷപ്പെട്ട് ഇപ്പൊ അടിപൊളിയായിട്ട് ജീവിക്കില്ല. അതുകൊണ്ട് അതല്ല നമ്മുടെ വിഷയം, അത് വേറൊരു ദിവസം പറയാം. അപ്പൊ അതുകൊണ്ട് 1990 ഇനി എന്റെ ചരിത്രമാണ്, സോറി എന്റെ ചരിത്രമല്ല, എന്റെ അവസരമാണ്. അതായത് 1992 ഒക്കെ കഴിഞ്ഞ് മണിച്ചിത്രത്താഴൊക്കെ വന്ന സമയത്ത് പതുക്കെ കൊച്ചിൻ കലാഭവനിലൊക്കെ കലാഭവൻ മണിയുടെ കൂടെ മിമിക്രിയൊക്കെ ചെയ്ത് കയറി വന്ന ദിലീപ് അല്ലെ. അങ്ങനെ പതിയെ സിനിമാ ലോകത്തേക്ക് ദിലീപൻ നീ കയറി വന്നു. അങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും നിനക്ക് എന്ത് ചെയ്തു, ഞാനൊക്കെ മാർവേനിസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം 4-ാം 1998 കാലഘട്ടത്തില് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ഞാനൊക്കെ അന്ന് പല സിനിമാടന്മാർക്കും ഇങ്ങനെ നല്ല കാര്യങ്ങൾ പിന്നെ അപ്പോഴേ ഇങ്ങനെ എഴുതി അയക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്താണ്, ഗോസ്പലൊക്കെ എഴുതി ഉപദേശം പോലെയൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു സ്വഭാവം അന്ന് ഇന്ന് മാത്രമല്ല പൂർവ്വതനിഹൻ പറ്റി പണ്ടേ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് കോളേജ് ചെന്നപ്പോ കോളേജ് സ്റ്റുഡൻസ് ഇടയിൽ ഒരു വാർത്ത, മഞ്ജു വാര്യരും ദിലീപും വിവാഹം കഴിച്ചു. നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് ആ വാർത്ത കണ്ടത്. അങ്ങനെ വന്നു എന്ത് ചെയ്തു, അങ്ങനെ വീട്ടുകാരൊക്കെ ഒരുപ്പിച്ച് മതിലൊക്കെ ചാടി പിന്നെ അത്രയും ബുദ്ധിമുട്ടി ഓക്കെ കല്യാണം നടന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു 17 വർഷത്തോളം ദാമ്പത്യം അനുഭവിക്കാൻ പറ്റി. എന്നാ എന്ത് വേണം, ഇത്രയും വീട്ടുകാരൊക്കെ എതിർത്ത് പോകാൻ നടന്നതാണ്. ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ രണ്ടാമത്തെ ഭർത്താവിനെ രണ്ടാമത്തെ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ നടക്കണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. അങ്ങനെ ഒരു 2000 സംതിങ് ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ കയറി വന്നു ദിലീപ്. അല്പം തടിയൊക്കെ കൂടി, മനസ്സിലായില്ലേ? ചില ആൾ പറയില്ല എല്ലിന്റെ ഇടയിൽ കൊഴുപ്പേറും എന്ന് പറയില്ല, അങ്ങനെ വരാതിരിക്കട്ടെ.
മനസ്സിലായില്ലേ? പിന്നെ തടിയല്ല എന്റെ പ്രധാന വിഷയം. അതായത് അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഉയരുമ്പോൾ എല്ലിന്റെ ഇടയിൽ കൊഴുപ്പ് കറിയിലും അഹങ്കാരം എന്ത് ചെയ്യണം, വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. അതായത് ഒരാൾക്ക് വീഴാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഒരു ട്രെയിനാണെങ്കിൽ പോലും ഒരു പാളം തെറ്റാനായിട്ട് അതുകൊണ്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് അഹങ്കാരമല്ല. നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പേ ഒരല്പം എന്താണ് ധ്യാനത്തോടു കൂടി അവർ ഉള്ളോടെ ജീസസ് ക്രൈസ്റ്റ് നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ള ഒരു ആശ്രയത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന ഒരു വ്യക്തികളൊന്നും പിന്നെ അങ്ങനെയുള്ളവരൊന്നും അവർ ഉള്ളോടെ ജീസസ് ക്രൈസ്റ്റ് കൈവിടാതെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ പിന്നെ അതായത് അത്യുന്നതിന്റെ എന്താണ് ഫെയ്ത്ത്ഫുൾ ഗ്രേറ്റർ വൻ കരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തോളൂ, കാത്തോളം നമുക്ക് രോഗങ്ങളൊക്കെ വരാതെ കാത്തുരക്ഷിക്കും. മനസ്സിലായില്ലേ? പണ്ടൊക്കെ നമ്മൾ പാട്ട് പാടില്ല, അഖിലാണ്ട മണ്ഡലം അല്ലെ, അഖിലാണ്ട മണ്ഡലം അതിനുള്ളിൽ ആനന്ദ ദീപം എന്ന് പറയും പോലെ ഇതൊരു കഥാപ്രസംഗമാണെന്ന് തോന്നുന്നു അല്ലേ? എന്നാ കുറച്ച് കഥാപ്രസംഗമാണെന്ന് കുട്ടിക്ക്. അപ്പൊ കുറച്ച് പാട്ടും കുറച്ച് ഗദ്യവും ആയി കഴിഞ്ഞാല് നമ്മുടെ ആ ക്ലാസ്സിന് ഒരു ഇത് വരും. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് കാത്തുള്ളൂ. ഈ ദിലീപ് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇതിന്റെ ഇടയിൽ പിന്നെ ഈ സിനിമാ രംഗത്തേക്ക് കാവ്യമാധവനും കയറിയോ. ഈ കാവ്യമാധവൻ ആദ്യം ദിലീപിനെയൊക്കെ കണ്ട സമയത്തൊക്കെ എന്താണ് അങ്കിളെ എന്നാണ് വിളിച്ചത് അല്ലെ? അന്നൊക്കെ ഒരു ഈ വിഷയമേ അവിടെ കയറി വന്നിട്ടില്ല. അങ്ങനെ അങ്കിളെ എന്ന് വിളിച്ച് കയറി വന്ന സമയത്ത് എന്ത് ചെയ്തു, ഇതിന്റെയൊക്കെ കാവ്യമാധവന്റെ കല്യാണം, എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ 2009 എങ്ങാണ്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ വർഷങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. 2009 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, കാവ്യമാധവന്റെ കല്യാണം എന്ത് ചെയ്തു നടക്കും. ഞാൻ പറഞ്ഞ വർഷങ്ങളൊക്കെ പേനയുണ്ടെങ്കിൽ നോട്ട് ചെയ്തു. 2009 നടക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ എളിയവന്റെ കല്യാണം നടന്നത് 2010 മനസ്സിലായി? അതായത് കാവ്യ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് എന്ത് ചെയ്തത് എന്റെ കല്യാണം നടന്നത്. ഫോർ ബദൻ യു ഹാവ് കാണ്ടർന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 2009 കാവ്യമാധവന്റെ വിവാഹം എന്ത് ചെയ്യുന്നു കഴിയുന്നു. അങ്ങനെ കാവ്യമാധവന്റെ വിവാഹം കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ചെയ്തു, പിന്നെ മറ്റൊരു വഴിത്തിരിവുണ്ടാവും. ഇതിനുശേഷം ദിലീപ് എന്ത് ചെയ്യുന്നു, ഈ കാവ്യമാധവന്റെ വിവാഹത്തിന് ആരൊക്കെ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ പങ്കെടുത്തു? കാവ്യമാധവന്റെ വിവാഹത്തിന് പങ്കെടുത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അതായത് സിനിമാ ലോകത്തെ പല പ്രമുഖരും കാവ്യമാധവന്റെ വിവാഹത്തിൽ എന്ത് ചെയ്യുന്നു, പങ്കെടുക്കും. യൂതയുടെ പണിയല്ലേ കാവ്യമാധവൻ കാണിച്ചത്. വന്ന് മഞ്ജു വാര്യരെ കെട്ടിപ്പിടിച്ച് 30 വെള്ളിക്കാശ് നെറ്റ് മറ്റേ മഞ്ജു വാര്യരുടെ ഭർത്താവിനെ അടിച്ചെടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം യൂതയുടെ പണിയാണ് കാണിച്ചത്. മനസ്സിലായില്ലേ? എന്തൊരു ഇതായിരുന്നു, അയ്യോ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പിന്നെ സിനിമാ മേഖലയിൽ ഇനി വരാത്തവരായിട്ട് ആരുമില്ല. മനസ്സിലായില്ലേ? അതായത് അത്യാവശ്യപ്പെട്ട പല ആളുകളും എന്ത് ചെയ്തു, പിന്നെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്. ആ കല്യാണത്തിന് വന്നപ്പോഴത്തേക്കും ഈ വിവാദം നായിക്കിയിരിക്കുന്ന കാവ്യമാധവൻ മഞ്ജു വാര്യരും തമ്മിൽ ആലിംഗനം ചെയ്യുന്നു. നല്ല ഫ്രണ്ട്ഷിപ്പ് പങ്കുവയ്ക്കുന്നു. പിന്നെ ആ കല്യാണ മണ്ഡപത്തിൽ തന്നെ ഫംഗ്ഷനിന് പലരും ഒത്തുകൂടുന്നു. പിന്നെ കാവ്യ വിവാഹം കഴിച്ചത് ഒരു ബാങ്ക് ഓഫീസറാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞു കുറെ കാര്യങ്ങൾ. പിന്നെ അതായത് ആ ഫംഗ്ഷനൊക്കെ തരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളാണ് അവർ സംഭവിച്ചത്. അതായത് നമ്മളൊക്കെ സാധാരണഗതിയിൽ പിന്നെ ഞാനും പഠിപ്പിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? ഫോർ ബദൻ കാണ്ടറിൽ പഠിക്കും. അതായത് സ്ഥിര അധ്യാപനമല്ലെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്. ഫോർ ബദൻ കാൽബർട്ട് നമ്മളും പഠിപ്പിക്കുന്ന ആളാണ്. ഫിസിക്സും കെമിസ്ട്രിയും കണക്കും ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ്. പിന്നെ അതുകൂടാതെ തന്നെ ലാ പോയിന്റ്സ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പൊ കാവ്യമാധവന്റെ കല്യാണം അവിടെ നടക്കുന്നു. ഈ സമയത്ത് പല ആളുകളും വന്ന കൂട്ടത്തിൽ ആര് വരുന്നു, മഞ്ജു വാര്യരും വരും. മഞ്ജു വാര്യരുണ്ടോ അറിയുന്നു തന്റെ സ്വന്തം ഭർത്താവിന് ഈ സ്ത്രീ അടിച്ചു മാറ്റുമെന്നുള്ള ശ്രദ്ധയുടെ കേൾക്കും. അപ്പം പിന്നെ മഞ്ജു വാര്യര് അറിയുന്നുണ്ടോ ഈ കാവ്യമാധവൻ ഭാവിയിൽ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അപ്പൊ പോലും പുള്ളിക്കാരി ചിന്തിച്ചു കാണത്തില്ല. അങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി. അപ്പൊ ദിലീപിന്റെ പതുക്കെ അവന്റെ ഇടയിൽ ദുർമോഹം എത്തിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു കാളകൂട വിഷമാണ്. ഒരിക്കൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ബ്രെയിന് ആ ഡോപ്പമിൻ കൃത്യസമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ മനുഷ്യന് കൈവറയൽ സിംറ്റംസും അതുപോലെ കാല് പിൻവലിയൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ ഒരു ദുരന്തം വന്നിട്ട് ഒരു ഭയത്തിലോട്ട് എടുത്തു ചാടിയിട്ട് അയ്യോ എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നതിനേക്കാളും ഭേദം അതൊരു ഭയമാണെന്ന് അറിഞ്ഞില്ല അതിലോട്ട് ചാടാതിരിക്കുന്നതിൽ എത്രയും നല്ലത്. സമയം ലാഭിക്കാം, നമ്മുടെ ടൈമിൽ ലാഭിക്കാം, പണവും ലാഭിക്കാം. ആ സമയം കൂടെ നോക്കിയാൽ എന്നെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും മെമിക്രി ചെയ്യാം, പാട്ട് ചെയ്യാം, ഇത്തിരി ചടപട ഡങ്കിടക്കിടോ ടിക്കിടങ്കിടോ നമ്മുടെ എനർജി സേവ് ചെയ്യും. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഏജിങ്ങും ആവത്തില്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാത്ത ആളുകളുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്നൊന്നും അങ്ങനെ പ്രായം തോന്നിക്കാല്ല. KG യേശുദാസിനെ പോലെയൊക്കെ നല്ല സ്ട്രെങ്തോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, പണ്ട് ഈ സൂപ്പർമാനെ പോലെയൊക്കെ നമുക്ക് ആ സമയം നമുക്ക് വേറെ എന്തെല്ലാം നല്ല കാര്യത്തിൽ ചിന്തിക്കാം. ബോഡി ബിൽഡിങ് ചിന്തിക്കാം, പിന്നെ ജിം പോലെ ചിന്തിക്കാം,
പിന്നെ ഇത്തിരി ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെ ചിന്തിക്കാം. ഇത്തിരി പാട്ടൊക്കെ പാടാൻ കഴിവുള്ളൊക്കെ ആണെങ്കിൽ അങ്ങനെ. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഈ പാട്ടിലൊക്കെ ഇഷ്ടമാണ്, അല്പം പാടാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പഴയ പാട്ടുകളൊക്കെ എടുത്ത് പാരഡി ഉണ്ടാക്കാം, ഒറിജിനൽ പാട്ട് പാടാം, മിമിക്രി ചെയ്യാം, പിന്നെ പുസ്തകങ്ങൾ എഴുതാം. ഇപ്പൊ ഉള്ളതിന് തന്നെ നമുക്കൂടെ സമയം തിരയുന്നില്ല. പിന്നെ മനസ്സിലായില്ലേ? പിന്നെ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അധികം ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മനുഷ്യനിവിടെ ഒരു കപ്പലിന്റെ കൂട്ടാ വാങ്ങിക്കാൻ പോലും പിന്നെയാണ് ഇനി മദ്യം. അപ്പൊ അതൊരു ഗുണമാണ് കേട്ടോ, പിണറായി വിജയന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. കാരണം മനുഷ്യന് സാമ്പത്തുണ്ടെങ്കിലല്ലേ അവൻ ഒരാള് എന്റെ കൂടെ പണ്ട് പഠിപ്പിച്ച ഒരു ട്യൂട്ടറിക്കുള്ളിൽ എത്തിയാൻ പറഞ്ഞു, ഒരാൾ നശിക്കാനായിട്ട് വേറൊന്നും ചെയ്യണ്ട, അയാളുടെ കയ്യിൽ കുറച്ച് പണവും അധികാരവും മാത്രം കൊടുത്താൽ മതി. പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വഴിതെറ്റ് പോകും, അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അഹങ്കാരിയായിട്ട് തീരുമെന്നാണ് പറയുന്നത്. എല്ലാവരും അതാ കാര്യമല്ല പറഞ്ഞത്, അത് പിന്നെ വേദവാക്യമല്ല. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കാം. അങ്ങനെ കല്യാണം കഴിഞ്ഞു, മനസ്സിലായി. അപ്പൊ ദിലീപിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ദുർമോഹം ഉടലെടുക്കാൻ ഇടയിൽ ഉടലെടുക്കാൻ ഇടയിൽ തീർന്നു വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ എന്താണ് ഒരു നമ്മളും പല ആളുകളുടെ പഠിപ്പിക്കുന്ന മേഖലയാണ്, യൂട്യൂബറാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ പാട്ട് പാടുന്ന ആളാണ്. നമ്മൾ പോയിട്ടുണ്ട് ഒരുപാട് കല്യാണത്തിന്. പക്ഷെ അവിടെയൊന്നും നമ്മള് പിന്നെ അന്യന്റെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട സ്ത്രീകളൊന്നും ലൈവാണ്, ശബ്ദം കോലാഹലം ഉണ്ടാക്കുന്നത്. ഈ ശബ്ദമൊക്കെ റെക്കോർഡിംഗ് ആണ്, മനസ്സിലായില്ലേ? തുടങ്ങിയിട്ട് എത്ര ഏതാണ്ട് 11 മണി 28 ഈ പറയുന്ന സൗണ്ടും അല്ല, ഇതിന് ഇപ്പോഴും തീരുവില്ല. ഞാൻ പറഞ്ഞില്ലേ ഇനി എന്റെ സമയമാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമുക്ക് നല്ല ഒഴുക്കോടെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റതകത്ത് ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കല്യാണത്തിന് നമ്മളൊക്കെ ആണെങ്കിൽ ദിലീപിനെ പോലെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ പോകണം, പങ്കെടുക്കണം, വധുവിനെയൊക്കെ ഒന്ന് കരയിപ്പിക്കണം, ഒക്കെ ശരിയാണ്. ആങ്ങളെ അതോ നിങ്ങളുടെ പെണ്ണുകൾ പോകുന്നു, അല്പം സെന്റി ആവണം, അല്പം ചിരിക്കണം പറയണ. അപ്പം ആങ്ങളെ തന്നെ പറയണ എന്റെ പൊന്നളിയ ഈ പിന്നെ ഈ പെങ്ങളാന്ന് വിളിച്ചോണ്ട് വന്നാണ് നിന്നാ കരഞ്ഞു. അപ്പൊ കല്യാണം കഴിച്ച വരാൻ പറയാം, അളിയന്റെ ആഗ്രഹം അതാണ്, പിന്നെ എടിവാ അതാണ്ട് അളിയൻ പോലും പറഞ്ഞു കേറ്. അപ്പം താണ്ട് അളിയനും കൂടെ എന്ത് ചെയ്യും? ഈ പെങ്ങളെ യാത്ര അയക്കുന്നു അല്ലെ? നമ്മളൊക്കെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് പിന്നീട് ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്ത് വഴിതെറ്റിക്കാനോ പിന്നെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അവിടെ പിന്നെ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഫ്രീഡത്തെ മിസ്യൂസ് ചെയ്യുന്നില്ല. ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് ഒരു മനസ്സിലായി പബ്ലിക്കായിട്ട് നമുക്ക് ഇടപെടാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാം, അല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ജനറൽ ആയിട്ട് ഇടപെടാം. അല്ലാതെ ഒരു വ്യക്തിയെ ഫോൺ നമ്പർ തേടി പിടിച്ച് ആ വ്യക്തിയെ കയറി വിളിച്ച് മനസ്സിലായില്ലേ, ആ വ്യക്തിക്ക് അങ്ങനെ അവരുടെ കുടുംബജീവൻ തകർക്കുന്ന രീതിയിലുള്ള ബന്ധമൊന്നും നമുക്ക് അത്ര വലിയ മനസ്സിലായില്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ മനസ്സിലായില്ലേ. അപ്പൊ ആ ഒരു മേഖലയിലും അവനൊരു തെറ്റുപറ്റി. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ ജീവിതത്തിലോട്ട് നുഴഞ്ഞു കയറി പിന്നെ ഹലോ സുഖമാണോ, അത് പിന്നെ വേറെ ബന്ധമായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയപ്പായി, അതായി ഇതായി. അങ്ങനെയൊക്കെ ആവശ്യമില്ല, മനസ്സിലായില്ലേ. നമ്മൾ ഇപ്പൊ പറയാം പെങ്ങളെ സുഖമാണോ, പിന്നെ എന്തുണ്ട് വിശേഷം, പിന്നെ ഇപ്പൊ സിനിമയിലൊക്കെ കാണാനില്ലല്ലോ, പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്തുണ്ട്, പിന്നെ അച്ഛനും അമ്മയൊക്കെ സുഖമാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന്റെ വിരോധമില്ല. ഒരു ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആരോട് എപ്പോഴും ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇടപെടാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള ആ ലിമിറ്റ് വിട്ട് ആ ബോർഡർ മറികടന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാതെ. അപ്പം ഞാൻ സമൂഹ മാധ്യമത്തിൽ നിന്നൊക്കെ കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദിലീപ് കൂടെ ഈ കല്യാണം കഴിഞ്ഞ കാവ്യനെ കൂടെ വിളിച്ച് ശല്യപ്പെടുത്തുവരും. അപ്പൊ അവളാണ് ഇതിന്റെ ഇടയിൽ അവളുടെ ജീവിതത്തിലും ആ ബാങ്ക് ഓഫീസർ അങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചാണ്, ആനയാണ്, ജയനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞപ്പം ഇവർ രണ്ടുപേരും ഒരു തകർച്ചയിലോട്ട് പോവുകയാണെന്നൊരു സംശയം. ഏതാണ്ട് ഒരു 2012 ആ കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴത്തേക്കും, ഏതാണ്ട് ഒരു 2012 തോന്നുന്നു, 2012 ഏതൊരു വർഷത്ത് പിന്നെ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാൻ കേട്ടൊരു വാർത്തയാണ്. ഈ പ്രശ്നത്തിന്റെ തുടക്കം എങ്ങനെയാണ് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് എന്ത് ചെയ്യുന്നു, മരണത്തെ പ്രസവിക്കുന്നു. ഒരു ദിവസം മഞ്ജു വാര്യർ എന്തോ ഒരു ദിലീപിന് ഷൂട്ടിങ്ങിനായി. ഈ പ്രശ്നം തുടങ്ങുന്നത് എങ്ങനെയാണ് അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഈവൻ രാമായണ കഥ പോലും ഒരു ദിവസം രാമനും ലക്ഷ്മണനും മറ്റേ വിറകൊടിക്കാൻ പോയ സമയത്ത് രാവണൻ എന്ത് ചെയ്തു, ഇങ്ങനെ പുഷ്പവാനത്തിൽ വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാണ് മറ്റേ സന്യാസി അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ ശൂർപ്പണൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പക തീർക്കാൻ വേണ്ടി സന്യാസിയുടെ വേഷം ധരിച്ചു വന്നൊക്കെ കഥ കാച്ചിട്ടുണ്ട്. ഒരു കഥ പോലെ ആണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ പറയുന്ന വെച്ചാൽ അതുപോലെ എന്ത് ചെയ്തു, പിന്നെ ഈ ഒരു ചരിത്രത്തിലേക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് കഥ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു ദിവസം ഷൂട്ടിങ്ങിന് പോയ സമയത്ത് മഞ്ജു വാര്യർ പതുക്കെ ഈ ഫോൺ എങ്ങനെയോ ഒരു കോള് വന്നതോ എങ്ങനെയോ 5 മിനിറ്റ് കൂടെ എങ്ങനെ ഒരു കോള് വരികയോ എന്തോ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്ക് ഒരു കോള് വന്നു. അപ്പൊ മഞ്ജു വാര്യർ സ്വന്തം ഭാര്യയാണ് കേട്ടോ ഇങ്ങനെ ഒരു കാള്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞാണ് ദിലീപ് ഷൂട്ടിങ്ങിന് പോയി. അപ്പം പറഞ്ഞോളൂ ഒന്ന് അഭിനയിച്ചാണ് ചെയ്തത്. അപ്പൊ ദിലീപ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ആരുടെയായി ഫോണ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കാവ്യമാധവന്റെയും ദിലീപിന്റെയും ആയിട്ടുള്ള പല പിന്നെ ഫോട്ടോസും
കാണാൻ ആഗ്രഹിക്കാത്ത, ഒരു ഭാര്യ കാണാൻ ആഗ്രഹിക്കാത്ത പല പിന്നെന്താണ് അതായത് തെറ്റായ ഫോട്ടോസും പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്, അതായത് തെറ്റായ രീതിയിലുള്ള ഫോട്ടോസും അങ്ങനെയൊക്കെ കണ്ട അപ്പൊ ഏത് സ്ത്രീയുടെ ഹൃദയത്തിലാണ് ഒരു വേദന തോന്നുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഷോക്കായി. അവർ സാധാരണഗതിയിൽ പണ്ട് സ്കൂളിലൊക്കെ കലാതിലകവും പിന്നെ ഈ 2012 മുമ്പ് മഞ്ജു വാര്യരുടെ എല്ലാ സിനിമയും ഈ 1998 കാലഘട്ടം വരെ മഞ്ജു വാര്യർ സിനിമയിലൊക്കെ നല്ല ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇയാൾക്ക് വേണ്ടി 17 വർഷം സിനിമാ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചതാണ്. അപ്പൊ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെയുള്ള സ്ത്രീയോടാണോടാ ഇങ്ങനെയൊക്കെ നീ പിന്നെ ഇത്തിരി കാണിക്കേണ്ടത്? നീ എന്തിനാണ് പിന്നെ വലിയ കാര്യത്തിൽ ലൈവാണ് ഫോർ ബദൻ ഇഹൻ, ഞാൻ ചുമ്മാ പറയുന്നല്ല, ഇത് ഞാനാണ് ഇപ്പൊ സംസാരിക്കുക, ലൈവാണ്. അപ്പൊ ഈ സൗണ്ട് പിടിച്ചെടുക്കും. ഫോർ ബദൻ ഇഹൻ കാൽബട്ട്. അപ്പൊ അങ്ങനെ പിന്നെ വലിയ കാര്യത്തില് അങ്ങനെ ഇതാണ് ഒരു പിന്നെ കല്യാണത്തിന് തെറ്റായ ഫോൺ വിളികൾ. ഒരാളുടെ കല്യാണത്തിന് പോകണം, പങ്കെടുക്കണം, ഫ്രണ്ട് ആവണം, അല്ലാതെ ആവശ്യമില്ലാത്ത ഫോൺ കാളുകളും. മനസ്സിലായില്ലേ? ദിലീപിന് സംഭവിച്ചതാണ് പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ കാവ്യ മാധവനോ മറ്റേ ഒറിജിനൽ ഭർത്താവ് അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, മറ്റേതാണ്, മറിച്ചാണ്. അങ്ങനെ ഒരു ദിവസം മഞ്ജു വാര്യർ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതെന്തോ ഇത് ഒരു ഭാര്യ കാണാൻ പാടാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളാണ്. സംശയം തോന്നി. സിനിമാ ലോകത്തുള്ള പലരും, ഹലോ ചേച്ചി ഇതെന്തുകൊണ്ട് വാസ്തവം, എടോ മഞ്ജു ഇനി വാ അതൊക്കെ പറഞ്ഞു, അതൊക്കെ പറയണമെങ്കിൽ പറയുന്നുണ്ട്, ഇയാളെ വേദനിപ്പിക്കേണ്ടെന്നുള്ള അർത്ഥത്തില് നമ്മൾ കുറച്ചു കാലം ഇത് മൂടി വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു മഞ്ജു വാര്യർ പെട്ടെന്ന് തന്നെ പിന്നെ എന്താണ് പിന്നെ സംയുക്ത വർമ്മയോ അതുപോലെ തന്നെ വേറെ, അതായത് പിന്നെ എന്താണ് നമ്മളെ ഗീതു മോഹൻദാസോ അവരൊക്കെ ആയിട്ട് പെട്ടെന്ന് കാവ്യ മാധവന്റെ നേരത്തെ ഫോൺ ചെയ്തപ്പോ കാവ്യ മാധവന്റെ അമ്മയാണ് എടുത്ത് പറഞ്ഞ്, മഞ്ജു എനിക്കും ഒരു കാര്യം പറയാനുണ്ട്, എന്റെ മോളുടെയും അതുപോലെ ദിലീപിന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു സംശയം എനിക്ക്, ഒരു കാര്യം ചെയ്യും. അപ്പൊ മഞ്ജു പറഞ്ഞു, എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യണം, നമുക്കൊന്നിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അവര് സംയുക്ത വർമ്മയും പിന്നെ അതുപോലെ തന്നെ ഗീതു മോഹൻദാസും മഞ്ജു വാര്യരും ഒരു ഓട്ടോ പിടിച്ചോ കാറിലോ എങ്ങനെയാന്ന് വെച്ചാൽ കാവ്യ മാധവന്റെ അമ്മയെ പോയി കാണും. കണ്ടിട്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നു. അപ്പൊ പെട്ടെന്ന് പിന്നെ കാവ്യ മാധവന്റെ അമ്മയും ഇങ്ങനെ എന്തൊക്കെയോ സംശയം പ്രകടിപ്പിക്കും. എന്നിട്ട് പിന്നെ അതിജീവിത വിളിക്കും. അതിജീവിത വിളിച്ചപ്പോഴത്തേക്കും അതിജീവിത പിന്നെ അവിടെ പിന്നെ എന്താണ് ആദ്യം ഈ കാര്യം മഞ്ജു വാര്യർ ചോദിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരിക്ക് ദുഃഖം ഉണ്ടാവുന്നുള്ള അർത്ഥത്തിൽ അതിജീവിതം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പൊ എനിക്ക് ഇടയ്ക്കൊരു കാര്യം പറയല്ലേ, എടാ നിന്നെ വിശ്വസിച്ചല്ലേ, നിങ്ങളൊക്കെ ഞാനൊക്കെ മാർവാനി സ്കൂളിൽ പഠിക്കുന്നത് 1998 ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹം. ഒന്നാമതേ വീട്ടുകാർ എതിർത്താണ് വിവാഹം നടത്തിയത് അല്ലെ. പിന്നെ മഞ്ജു വാര്യരുടെ ഫാദറിന് എന്തോ ഒരു രോഗം വന്നു, അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാവശ്യം നടന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം എന്താണ് കാത്തു സൂക്ഷിക്കണോ, അതാ പിന്നെ മറ്റുള്ളവർ ഉപദ്രവിച്ച് അവരെയും കൂടെ പിന്നെ വഴിയാധാരമാണ്. ഇവിടെ നിനക്കും ഒരു മോളില്ലേ അപ്പൊ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടും? വത്സ, ഞാൻ 2 മകളെ കൂടെ തരാമെന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് ആവശ്യമില്ലാതെ ഈ പിന്നെ എന്താ പറയണ്ടത്, ഒന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചോളൂ. അപ്പൊ എനിക്കറിയണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം ഈ പിന്നെ എന്താണ് അങ്ങനെ ആ സംഭവത്തിന് ശേഷം മഞ്ജു വാര്യർ എന്ത് ചെയ്യുന്നു, ആ ഫോട്ടോ കണ്ടിട്ട് സംശയം തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ 2012 തോന്നുന്നു ഈ ഫോട്ടോ കണ്ടിട്ട് സംശയം തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു, സംയുക്ത വർമ്മയോട് അതുപോലെ തന്നെ തന്റെ കൂടെയുള്ള ഗീതു മോഹൻദാസുമായിട്ട് കാവ്യ മാധവന്റെ അമ്മയെ കാണുകയോ അങ്ങനെ എങ്ങാണ്ട് ചെയ്യുകയോ, പിന്നീട് അതിജീവിതയുടെ ഭവനത്തിലെത്തുകയും പിന്നെ അതുപോലെ തന്നെ അതിജീവിത വിചാരിച്ചു ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പുള്ളിയുടെ കുടുംബം തകരുമല്ലോ, വിഷമാവുമല്ലോ എന്ന് വെച്ചിട്ട് പുള്ളി പാവം പറഞ്ഞില്ല. പക്ഷെ ഇതിനെ മറ്റേ പുള്ളി മുതലെടുത്തു. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ സമയത്ത് ദിലീപ് ഷൂട്ടിങ്ങിലാണെന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ചോദ്യം ചെയ്തപ്പോഴത്തേക്കും അതിജീവിതയുടെ പിതാവാണ് പറഞ്ഞത്. അതിജീവിതയുടെ അച്ഛൻ പറഞ്ഞു, എടോ അങ്ങ് പറഞ്ഞു കൊടുക്കും, ഇനി ഇവ ഫ്രണ്ടാണെന്നും ശത്രുവാണെന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അതിജീവിത വിഷമത്തോടെയാണെങ്കിലും എന്തു പറഞ്ഞു, മഞ്ജു വാര്യരോട് പറഞ്ഞു, എന്താണ് മഞ്ജു വാര്യര് അല്ലെങ്കിൽ മഞ്ജു സിസ്റ്റർ അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഇത് കുറെ കാലമായിട്ട് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അയാളുടെ വഴിവിട്ട ജീവിതവും പിന്നെ അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം, കാവ്യമാധവന്റെ പെരുമാറ്റവും ആർക്കാണെങ്കിലും സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്നുള്ള അർത്ഥത്തിൽ പറയാനിടയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഈ അതിജീവിതയുടെ അച്ഛൻ പറഞ്ഞു, എടാ അങ്ങ് പറഞ്ഞു കൊടുക്കും, ഇയാൾക്ക് സംശയം വെക്കണം എന്നുള്ള അതിജീവിതയുടെ പിതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിതം എന്ത് ചെയ്തു, ഇത് ആരോട് പറയുന്നു, മഞ്ജു വാര്യരോട് പറയുന്നു. അപ്പൊ നോക്കണം, 17 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ആ വിവാഹം ക്യാൻസൽ ആവാനുള്ള കാരണം എന്താണ്? മഞ്ജു വാര്യർ അങ്ങനെയും ചെയ്യുന്നല്ല. അപ്പൊ ഇവന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മനസ്സിലായില്ലേ? ഇപ്പൊ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ ബദൻ ഇഹൻ കാൽബട്ട് കുറച്ചും കൂടെ ഒരു മനസ്സിലായില്ലേ, ഒരു സ്നേഹത്തോടെ പെരുമാറുക. പിന്നെ 1998 കാലഘട്ടങ്ങളിലൊക്കെ
ഞാനൊക്കെ പണ്ട് മാർവൈൻസ് കോളേജിലും കരവളം ESSലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ പിന്നെന്താണ് ഞാനൊക്കെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ മാനത്തെ കൊട്ടാര സിനിമയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ മാനത്തെ കൊട്ടാര സിനിമയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും പൂനിലാമഴ പെയ്തിറങ്ങി അല്ലെ രാത്രി. അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ദിലീപ് ഒരു പാവ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലെ. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് കയറി വന്ന് പാപത്താനെ പോലെ കയറി വന്ന് പതുക്കെ സിനിമാ രംഗം കീഴടക്കി. ഇപ്പൊ സോഷ്യൽ മീഡിയ രണ്ട് തരത്തിലാണ്, മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ രണ്ട് ചേരിയിലാണ്. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചേരിയും ആന്റി ദിലീപ്, അതായത് ദിലീപിന് വിരുദ്ധമായിട്ടുള്ളത് ഒരു ചേരിയാണ്. കോവിഡ് വന്നപ്പോഴത്തേക്കും ലോകത്തെ പല ആളുകളും പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു അല്ലെ. അതായത് തൊഴിലുള്ളവരും തൊഴിലില്ലാത്തവരും. അതുപോലെ തന്നെ ചിലർ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ചിലർ ഇസ്ലാമിനെ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യാത്തവരാണ്. അതുപോലെ 2025 ഡിസംബർ മാസം 8 ഈ ദിലീപിന്റെ വിധി വന്നപ്പോൾ തന്നെ പൊതുജനങ്ങൾ രണ്ട് ചേരിയിലായി, മനസ്സിലായി. ദിലീപിന് അനുകൂലമായിട്ടുള്ള ചേരിയും മറ്റത് സത്യത്തിന് അനുകൂലമായിട്ടുള്ള ചേരി, മനസ്സിലായി. ദിലീപിന്ന് പിന്നെ ബാങ്കും പണവും കുഴൽപ്പണമൊക്കെ മേടിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തല്ല വെട്ടൊന്ന് കണ്ട 367, മനസ്സിലായില്ലേ. നമ്മുടെ കുഞ്ഞമ്മേരെ വല്യമ്മേരെ മോളൊന്നും അല്ല കാവ്യമാധവനും ദിലീപ്. അതുകൊണ്ട് വെട്ടൊന്ന് കണ്ട 367 ആയിട്ട് പറയും, ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിൽ. അങ്ങനെ ഒരു പാവ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് കയറി വന്ന് സിനിമാ ലോകം പതുക്കെ പതുക്കെ കിടക്കി. ക്യാൻസർ സെല്ലും ഇങ്ങനെയാണ് ബോഡിയിൽ എങ്ങനെ വരുന്നത്. ദിലീപ് ക്യാൻസർ എന്നല്ല പറഞ്ഞു, അവന്റെ ആറ്റിറ്റ്യൂഡാണ് ക്യാൻസർ. അതായത് അന്യന്റെ ഭാര്യയെ തട്ടിയെടുക്കാനുള്ള ആറ്റിറ്റ്യൂഡ്. അതുപോലെ കാവ്യമാധവന് അന്യന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനുള്ള ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് എന്താണ്, ദാറ്റ് ഈസ് സിമിലർ ടു ക്യാൻസർ. ക്യാൻസർ ഒരു ആദ്യം ഒരു സെല്ലിനെ കീഴടക്കുന്നു, പിന്നീട് രണ്ടാമത്തെ സെല്ലിനെ കീഴടക്കുന്നു, പിന്നീട് അടുത്ത സെല്ലിനെ കീഴടക്കുന്നു. അങ്ങനെ ക്രമേണ ആ വ്യക്തി ഇഞ്ചിഞ്ചായിട്ട് എന്ത് ചെയ്യുന്നു. അതുപോലെ ആവല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ക്രമേണ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തിന്റെ ബാക്കി പറയാം. അങ്ങനെ ഒരു ദിവസം മഞ്ജു വാര്യർ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഒരു ഭാര്യ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള പിന്നെ ചില ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു കാണും. അങ്ങനെ ചോദ്യം ചെയ്യുന്നു. സിനിമാ ലോകത്തുള്ള പലരും പിന്നെ എന്ത് ചെയ്യുന്നു, മഞ്ജു വാര്യർക്ക് അനുകൂലമായിട്ട് വരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തില് ദിലീപ് പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു പുള്ളിക്കാരൻ തിരക്കുന്നു. അതായത് പിന്നെ എന്താണ് ഏതാണ് മറ്റതാണ് മറിച്ചതാണ്. ആ സമയത്ത് മഞ്ജു വാര്യർ എന്ത് ചെയ്യുന്നു, ദിലീപിനോട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ദിലീപിനോട് എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ദിലീപിനോട് ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ദിലീപ് ഒരുമാതിരി ഒഴുക്കം മട്ടില്, മനസ്സിലായില്ലേ. പിന്നെ മറ്റേ പുള്ളി ഒരു കുട്ടിത്വ സ്വഭാവം ഉള്ളതാണ്. അവള് മെസ്സേജ് അയച്ചതൊക്കെ പിന്നെ എന്താണ് സോ ആൻഡ് സോ ആണ്, അതൊരു കുട്ടിത്വമായിട്ട് കണ്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പിന്നെ മനസ്സിലായിരുന്നില്ല, അവിടെ തൊട്ടൊരു ഏതാണ്ട് ഒരു സ്പ്ലിറ്റ് തുടങ്ങി, മനസ്സിലായില്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ ഇപ്രകാരം പറയുന്നത് എന്താണ്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് എന്ത് ചെയ്യുന്നു മരണത്തെ പ്രസവിക്കുന്നു അല്ലെ. അപ്പൊ മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് എന്ത് ചെയ്യുന്നു മരണത്തെ പ്രസവിക്കുന്നു. മരണം പലതരത്തിലുണ്ട്. മാനസിക മരണം, സ്പിരിച്വൽ ഡെത്ത്, സോമാറ്റിക് ഡെത്ത്. അതായത് ശാരീരിക മരണം, മാനസിക മരണം, സ്പിരിച്വൽ ഡെത്ത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു മരിപ്പിക്കുന്നവരെ പോലെ എന്ത് ചെയ്യുന്നു, പിന്നെ മരവിപ്പിച്ചവരെ പോലെ എന്ത് ചെയ്തു അങ്ങനെ ഒരു ജീവിതം തുടരും. അപ്പൊ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്ന് ദിലീപേ, അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദം, എന്റെ പൊന്ന് കാവ്യമാധവനെ അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ്, മനസ്സിലായില്ലേ. ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുന്നത്. ബൈബിൾ വായിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താണ്, പിന്നെ ആരും തന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുതെന്ന്, മനസ്സിലായില്ലേ. യൗവനത്തിലെ ഭാര്യയോട് എന്ത് ചെയ്യരുത്, അവിശ്വസ്തത കാണിക്കരുത്. അതായത് ഭർത്താവിനെയോ ഭാര്യയോ വഞ്ചിക്കാതെ എന്ത് ചെയ്യണം, ജീവിക്കാൻ ശ്രമിക്കണം, മനസ്സിലായില്ലേ. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ മനസ്സിലായില്ലേ, ദിലീപിനും അല്ലേ ഒരു മകള്, ദിലീപിന്റെ മകളുടെ പേര് മീനാക്ഷി എന്നല്ലേ. അപ്പൊ മീനാക്ഷി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് സഹിക്കും. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി, മനസ്സിലായില്ലേ. എനിക്ക് ദിലീപിനോടോ കാവ്യമാധവനോടോ വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല, മനസ്സിലായി. ഞാനും ഒരു പിതാവാണ്. അപ്പൊ അവനവന്റെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ഇഷ്ടപ്പെടും. അങ്ങനെ ചിന്തിച്ചു നോക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മര്യാദയ്ക്ക് ആ ഒരു ഐശ്വര്യമുള്ള ഭാര്യയായിരിക്കുന്ന മഞ്ജു വാര്യരുടെ കൂടെ ജീവിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ച് മീനാക്ഷിയായിട്ട് ജീവിച്ച് പിന്നെ കുടുംബപരമായി പിന്നെ എന്താണ് ഒരു പിതാവിനെ പോലെ, മനസ്സിലാകുന്നുണ്ടോ, പിന്നെ ഒരു നല്ല ഭർത്താവായി അതുപോലെ തന്നെ നല്ല ഒരു അച്ഛനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ദിലീപിന് ഈ ഒരു എന്താണ് അനർത്ഥം വരൂലായിരുന്നു, മനസ്സിലാകുന്നുണ്ടോ. ഇതിപ്പോ ദിലീപ് പിന്നെ ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ പൊന്ന് ദിലീപിന് പിന്നെ സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഒരു മനസാക്ഷിയിൽ എന്തുണ്ടാവും, ഒരു കുത്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഒരു മനസാക്ഷി കുത്ത്. അപ്പൊ ആ മനസാക്ഷി കുത്ത് വരാതിരിക്കാനായിട്ട് ദിലീപ് ചെയ്യേണ്ടത് എന്താണ്. അപ്പൊ അങ്ങനെ ഒരു മനസാക്ഷി കുത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് രക്ഷയിലേക്കുള്ള ഒരു വഴിയാണ്. ദിലീപിന് ഇനി ക്രൈസിസിൽ കൂടെ മാത്രമേ ഒരു രക്ഷയുള്ളൂ, മനസ്സിലാകുന്നുണ്ടോ. അത് ശരിയാണ്.
പക്ഷേ പിന്നെ എന്താണ്, ശരിക്കും ബൈബിൾ വായിക്കുമ്പോഴും പിന്നെ വേശ്യമാരെ പല സ്ത്രീകൾക്ക് പോലും ക്രിസ്തേശന്റെ അടുക്കൽ വന്നപ്പോഴത്തേക്ക് അവർ ജീവനുള്ള കല്ലുകളായിട്ട് മാറിയിട്ട് അവർക്കൊരു നവജീവിതം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? അതുപോലെ തന്നെ പിന്നെ നവോമി ഒരു മോവി സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ ദിലീപിന് രക്ഷയൊന്നും നിഷേധിക്കുന്നില്ല, വേണമെങ്കിൽ ക്രിസ്തുവിന്റെ അടുത്തേക്ക് മടങ്ങി വന്ന് രക്ഷപ്പെടാം. പക്ഷെ ദിലീപ് ആ പെൺകുട്ടിയോട് കാണിച്ചത് എന്താണ്, കുറച്ച് തരികിടായി ഫോർ ബദൻ കാണ്ടർ ലിബർ, ഈ ഇങ്ങനെയുള്ള ഒരു എന്താണ് തരികിട വില. മനസ്സിലായില്ലേ? ദിലീപിന് ഒരു പെങ്ങളുണ്ട് ആയിരുന്നെങ്കിൽ എപ്രകാരം ഒരു ഒരു പിന്നെ ഒരു ബ്രദറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലായില്ലേ. ഇപ്പൊ ഭാവിയിൽ ദിലീപിന്റെ ഒരു മരുമോനെയോ അല്ലെങ്കിൽ മരുമോളെയോ ആരെങ്കിലും എന്തെങ്കിലും, മരുമോളില്ലെന്നറിയാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കേട്ടോണ്ടിരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു പിന്നെന്താണ് ഒരു പെങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റിനും, അല്ലെങ്കിൽ നമ്മള് പിന്നെ ചർച്ചിൽ മീറ്റിംഗ് നടത്താൻ പോകുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള നമ്മളൊരു പിന്നെന്താണ് ഒരു ഡിസൈപ്പിളിന് ആരെങ്കിലും വഴി വെച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വത്സ വീണ്ടും പറയുമെന്ന് പറയും. നമ്മൾ കയറി ഇടപെടും. മനസ്സിലായില്ലേ? ഗാന്ധി പറഞ്ഞ പോലെ ഒന്നീ മരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക. അപ്പൊ ആ ഒരു ധൈര്യം വേണം. നമ്മൾ ഈ ഭൂമിയിലോ ഒരുപാട് കാലം ജീവിക്കാമെന്നൊന്നും ആരോടൊന്നും എന്ത് ചെയ്തിട്ടില്ല. നല്ല കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പുള്ളിങ് ഡൗൺ ഓഫ്. അപ്പൊ ദിലീപ് കാണിച്ചത് എന്താണ്, പിന്നെ ആ ഒരു ആളിനെ വശീകരിച്ച് പിന്നെ മനസ്സിലായില്ലേ, ഒരു തെറ്റായ ദുർമോഹം ദിലീപിന്റെ ഹൃദയത്തിലേക്ക് ഒരുത്തണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിങ് ഡൗൺ സ്ട്രോഹോൾസ്, പിന്നെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഒരു സ്നേഹം വേണം. മനസ്സിലാവുന്നുണ്ട്? പരസ്പര സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടൊരു അർത്ഥമില്ല. അപ്പൊ സ്നേഹത്തിനകത്ത് എന്തുണ്ട്, കരുതലുണ്ട് അല്ലെ? സ്നേഹത്തിനകത്ത് എന്തുണ്ട്, കരുതലുണ്ട്. അപ്പൊ ദിലീപ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിന് ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ, മനസ്സിലായില്ലേ, ദിലീപിന്റെ മകളെയോ ദിലീപിന്റെ പെങ്ങളിനെയോ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് പിടിച്ചു. അത് മാത്രം ചിന്തിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റൊരു മനുഷ്യന്റെ മേലെ കൈവയ്ക്കാനോ അവനെ കൊല്ലാനോ അവനെ ഉപദ്രവിക്കാനോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. വേറെ തന്റെ പിന്നെ തലയിൽ കയറി കൈവച്ച് അവനെ കൊല്ലാനോ പിന്നെ അന്യന്റെ ദേഹത്ത് കൈവയ്ക്കാൻ, ദേഹത്ത് കഴിക്കേണ്ടെന്ന് ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ദേഹത്ത് കഴിക്കുന്നു, ആ കയ്യപ്പിന്റെ കാര്യമല്ല. ഇപ്പൊ ഒരു ഡോക്ടർ ഒരു ചികിത്സയുടെ പിന്നെന്താണ് പാർട്ടായിട്ട് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നു, ആ കാര്യമല്ല പറഞ്ഞു. ഒരു അമ്മ മകനെ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ ഒരു അമ്മ മകളെ സ്പർശിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആ പേനയും തരുമെന്ന് ചോദിച്ച ഒരു ക്ലാസ്മേറ്റ് മറ്റൊരാളെ സ്പർശിക്കുന്നു, ആ ടച്ചിങ്ങിന്റെ കാര്യമല്ല. അല്ലാതെ ഇപ്പം ഒരു മനസ്സിലായിരുന്നുണ്ടോ, ബാഡ് ടച്ച്. അതുപോലെ തന്നെ മറ്റൊരാളെ പിന്നെ ഹിംസിക്കുക, മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആസ്പെക്റ്റിനൊന്നും ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു പിന്നെ അവരിനൊരു റൈറ്റ് കൊടുക്കുന്നില്ല. മനസ്സിലാകുന്നു? അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ദിലീപ് കാണിച്ചത് എന്താണ്, ഒരിതാണ്, അതായത് അന്യന്റെ ഭാര്യയെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ കാവ്യമാധവനാണെങ്കിലും നല്ലൊരു ബാങ്ക് ഓഫീസറിനെ കളഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ദിലീപിന്റെ കൂടെ ഇറങ്ങി വന്നത്. അപ്പൊ അങ്ങേരുടെ ഹൃദയം എന്തുമാത്രം വേദനിക്കും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടാ കാവ്യ? കാവ്യ ഇത് എപ്പോഴെങ്കിലും കേൾക്കുമല്ലോ, ഒന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങളുടെ വിവാഹം 2009 വലിയ കാര്യത്തിൽ വലിയ സിനിമാ ലോകമൊക്കെ വന്ന് ഈ പറയപ്പെട്ട മഞ്ജു വാര്യരും അതിജീവിതയും വന്ന് നിങ്ങൾ ആശ്ലേഷമൊക്കെ ചെയ്ത് വലിയ ഫ്രണ്ട് ആയിട്ടിരുന്നല്ലേ, ഫ്രണ്ട്ഷിപ്പായിട്ട്. എന്നിട്ടിപ്പോ അങ്ങേര് ആർക്കും വേണ്ടാത്തവനായ, അങ്ങേരുടെ കൂടെ സുഖമായിട്ട് ഫോറിൻ നാട്ടിലൊക്കെ പോയിട്ട് പിന്നെ പുള്ളിക്കാരൻ പെർമിറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കാവ്യക്ക് സിനിമയിലേക്ക് മടങ്ങി വന്ന് അങ്ങനെയും ചെയ്യും. അതും അല്ലെങ്കിൽ ഒരു നല്ല കുടുംബിനിയായിട്ട് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് പിന്നെ മനസ്സിലായില്ലേ, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു മകളായിട്ട് ജീവിച്ച് എത്രയോ പേർക്ക് പ്രയോജനപ്പെടാമായിരുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോഴത്തേക്കും പിന്നെ സ്വാഭാവികമായിട്ട് ഏത് ഭാര്യയാണെങ്കിലും മനസ്സിലായില്ലേ, തന്റെ ഭർത്താവിന് പിന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന്റെ ഫോണൊക്കെ എന്ത് ചെയ്തു ഒന്ന് പരിശോധിക്കാനൊക്കെ ഒരു പിന്നെ ആഗ്രഹം ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ദിവസം ഈ ഫോൺ പരിശോധിച്ച ഘട്ടത്തിൽ മനുഷ്യർ കണ്ടെത്തുന്ന എന്താണ്, ദിലീപിന്റെ വഴിവിട്ട ബന്ധം എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ടും ഏത് ഭാര്യയും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു ഭാര്യയും സ്വാഭാവികമായിട്ട് എന്താണ് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ഇതിന്റെ ഉറവിടം, ഇതെന്താണ്, അത് സെർച്ച് ചെയ്യണം എന്നൊരു ബോധം ഉണ്ടാകും. അങ്ങനെ തന്റെ ഫ്രണ്ട്സുമായിട്ട് പിന്നെ എന്ത് ചെയ്തു, ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. മനസ്സിലാകുന്നുണ്ട്? തന്റെ ചില സുഹൃത്തുക്കളുമായിട്ട് അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് പിന്നെ ഇതിന്റെ നിഗൂഢ രഹസ്യങ്ങൾ തേടി പോയെങ്കിലും താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, മഞ്ജു വാര്യർക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ ദിലീപിനെ ചോദ്യം ചെയ്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപ് എന്ത് ചെയ്തു, അതൊക്കെ ഒരു നിഷേധിക്കുന്ന സ്വഭാവമായിരുന്നു. പിന്നീട് അതിനുശേഷം പിന്നെ വേറെ എവിടെ വെച്ച് എന്തോ ഒരു പ്രോഗ്രാമിന് എവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കും ഈ അതിജീവിതയാണ് എന്ത് ചെയ്തത്, ഈ കാര്യങ്ങൾ കാവ്യമായിട്ടുള്ള അവിഹിത ബന്ധത്തിന് പിന്നെ മഞ്ജു വാര്യർക്ക് എക്സ്പോസ് ചെയ്തെന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു, ആ വ്യക്തി പിന്നെ തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ഒരു ആനപ്പക വെച്ച് എന്ത് ചെയ്തു, മറ്റു ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. നമ്മളൊക്കെ സാധാരണ ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയാറുണ്ട്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലയാണ്.
അതായത് എവറി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ സ്റ്റൈൽ ആൻഡ് അൺലെസ് ഇറ്റ് ഈസ് പ്രിവെന്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ചലിക്കുന്ന വസ്തുവിനെ നിർത്തുവാനോ ഒരു നിർത്തിയിട്ടിരിക്കുന്ന വസ്തുവിനെ ചലിക്കാൻ പറ്റത്തില്ലെന്നാണ് സാർ ഐസക് ന്യൂട്ടന്റെ ഫസ്റ്റ് ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ലാ ഓഫ് മോഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട് കേട്ടോ, സ്ഥിര അധ്യാപനമല്ലെന്നേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും കണക്കും ഒക്കെ ഒത്തിരി കാലം പഠിപ്പിച്ചും തഴക്കവും പഴക്കവും മനസ്സിലാകുന്നുണ്ടോ, ബൈ ദ ഗ്രേസ്, നമ്മളാരുമല്ല. അപ്പൊ അങ്ങനെ ആ ഒരു അനുഭവം കൊണ്ടാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് ഇതിപ്പം പിന്നെ ഇനി ഇന്നത്തെ 2025 വരാണെങ്കിൽ ഈ കല്ലിനാണ് കോടതി ശിക്ഷ കൊടുത്തത്. ഈ കല്ല് എറിഞ്ഞവൻ എന്ത് ചെയ്യില്ല, ശിക്ഷ ഇതുവരെയും കിട്ടിയിട്ട്. മനസ്സിലായില്ലേ? ആ വ്യക്തി അങ്ങ് അധപതിച്ച് പോകണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ സമൂഹത്തിന്റെ ഇടയിൽ അല്ലെ, നമ്മളൊക്കെ പിന്നെ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അങ്ങനെയാണ് ദിലീപിന് ആനപ്പക ആ വ്യക്തിയോട് പിന്നെ എന്ത് ചെയ്ത് പിന്നെ അതിജീവിതയോടുകൂടി ചേർത്ത് അതിജീവിത എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്ത് ഉണ്ടായത് ഒരു ആനപ്പക. അപ്പൊ എനിക്ക് പക എന്നുള്ള അർത്ഥത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ പക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഒരു അഡിക്ഷനാണ് ഈ പക എന്ന് പറയുന്നത്. മാനസിക മരണത്തിന് മറ്റൊരു കാരണം പകയും വിദ്വേഷവും അസൂയ എന്നൊക്കെ ഉള്ളത്. അസൂയ എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥികളെ ദ്രവിപ്പിക്കുന്ന രോഗമാണ്. പക എന്ന് പറഞ്ഞാൽ മറ്റൊരു രോഗമാണ്, മനസ്സിലാകുന്നു. അപ്പൊ ഒരു കാരണവശാലും കഴിവതും ഒരാളിനോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിവതും പക വയ്ക്കാതെ നമ്മൾ ജീവിക്കാം, മനസ്സിലാകുന്നുണ്ട്. ആ വ്യക്തിയുടെ തെറ്റായ ടെൻഡൻസികൾ എതിർക്കാം, മനസ്സിലായില്ലേ? ഒരാളിന്റെ എന്താണ് റോങ് ടെൻഡൻസികളെ നമുക്ക് എന്ത് ചെയ്യാം, എതിർക്കാം. പിന്നെ ആ വ്യക്തികളോട് നമുക്ക് എന്തുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. വ്യക്തികളോട് നമുക്ക് എന്തുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. ഒരു വ്യക്തിയുടെ തെറ്റായ ടെൻഡൻസിനെ നമുക്ക് എതിർക്കാം, മനസ്സിലായില്ലേ? ആ വ്യക്തികളോട് നമുക്ക് എന്തുണ്ടാവണം, നമുക്കൊരു സ്നേഹം ഉണ്ടാവണം. വ്യക്തികളോട് സ്നേഹവും വ്യക്തികളുടെ തെറ്റായ ടെൻഡൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എതിർക്കാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ ബദൻ ഹാൻ കാണ്ടർ ലിവർ. അപ്പൊ ഒരു നല്ലൊരു കുടുംബജീവൻ നയിച്ച് മഞ്ജു വാര്യരോട്ട് ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ദിലീപിന് ഈ ഒരു ദുരവസ്ഥ വരൂലായിരുന്നു. പിന്നെ കാവ്യമാധവനാണെങ്കിലും ആദ്യ ഭർത്താവിനോട് കൂടി ജീവിച്ചിരുന്നെങ്കിൽ ആ ഒരു പിന്നെ എന്താണ് ഒരു നല്ല ജീവിതം കിട്ടുമായിരുന്നു. ആ ബാങ്ക് ഓഫീസറിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കണ്ടായിരുന്നു കാവ്യമാധവൻ, മനസ്സിലായില്ലേ? നമ്മള് ഒരു അപ്പുറത്തെ രണ്ട് ഭാഗത്തുനിന്ന് മാറി മാറി ചിന്തിക്കും, എന്നാലേ ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഒരു ലൈവില് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, മോഹൻ ഗർഭം ധരിച്ചെന്ത് ചെയ്യുന്നു, പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുക്കിട്ട് മരണത്തെ പ്രസവിക്കുന്നു. മരണം പലതരത്തിലുണ്ട്, ശാരീരിക മരണം, മാനസിക മരണം, സ്പിരിച്വൽ ഡെത്ത്. അപ്പൊ അങ്ങനത്തെ ഒരു ഡെത്ത് ഇനിയിപ്പോ നാളെ പുള്ളിക്കാരന്റെ ഏതോ സിനിമയൊക്കെ വരാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ തന്നെ രണ്ട് ചേരിയിലാണ്, ദിലീപിന് അനുകൂലമായിട്ടും ദിലീപിന് പ്രതികൂലമായിട്ടും, മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയ തന്നെ രണ്ട് ചേരി, ദിലീപിന് അനുകൂലമായിട്ടും ദിലീപിന് പ്രതികൂലമായിട്ടും. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ജർമ്മനിയുടെ ഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങളും മറ്റവരുടെ ഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ അലൈഡ് പവേഴ്സ് ഏതാക്കുക. നമ്മളെ KT കോളേജിൽ പഠിച്ച സമയത്ത് 94 10th പഠിച്ച സമയത്ത് KT കോളേജിലെ പ്രിൻസിപ്പൾ എപ്പോഴും പറഞ്ഞു, അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഹിസ്റ്ററിക്ക് ഇത് നല്ല മാർക്ക് കിട്ടിയത്, സയൻസിന് കിട്ടിയതുപോലെ തന്നെ അതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറയും, നോക്കുക ഒന്നുകൂടി അലൈഡ് പവേഴ്സ് മറ്റേ പവേഴ്സ് എന്ന് പറയുമ്പോൾ ജർമ്മനിയുടെ ഭാഗത്തുള്ള രാജ്യങ്ങളും അതുപോലെ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക അവരുടെ നിൽക്കുന്ന ഭാഗങ്ങൾ. പിന്നെ ഒരു ബോംബോട് കൂടിയാണ് സെക്കൻഡ് വേൾഡ് വാർ ടെർമിനേറ്റ് ചെയ്തത്. അതുപോലെ ഇത് ദിലീപിന്റെ ഈ വിധിക്ക് ശേഷം പിന്നെ ജനങ്ങൾ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു. അതായത് ഒരു ഭാഗം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറുഭാഗം നീതിയുടെയും സത്യത്തിന്റെയും പക്ഷമാണ്, മനസ്സിലായി? കോടതിയോട് നമുക്ക് വ്യക്തിപരമായ വിരോധമില്ല. അപ്പൊ കോടതി നാളെ തൊട്ട് 1+1 അല്ല എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് വിശ്വസിക്കുന്നത്? നമുക്കറിയാം 1+1 = 2 ആണ് അല്ലെ? അങ്ങനെ പറയാതിരിക്കട്ടെ. ഫോർ ബദൻ ഹാൻ കാണ്ടർ ലിബർട്ടി, മനസ്സിലാകുന്നുണ്ടോ? പുള്ളിങ് ഡൗൺ ഓഫ് ഹോൾസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ദിലീപിന്റെ ഈ ഒരു അതിമോഹം മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ കാവ്യമാധവന്റെയും നല്ലൊരു ബാങ്ക് ഓഫീസറിന് വിവാഹം കഴിച്ച് സുഖമായിട്ട് ഒരു കുടുംബജീവിതമൊക്കെ നയിച്ച് നല്ല ഒരു പിന്നെ ജീവിതം കാഴ്ചവെച്ച് മക്കളും ചെറുമക്കളുമായിട്ട് അല്ലേ, കുറെ വർഷമൊക്കെ കഴിയുമ്പോൾ നല്ലൊരു പിന്നെ അത് കാണുമ്പോൾ നമുക്കൊരു ഐശ്വര്യവും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നുമില്ല, ഫോർ എക്സാമ്പിൾ ഞാൻ കമ്പയർ ചെയ്ത് പറയാൻ പോകുന്നുണ്ട്. ഇപ്പൊ പ്രേം നസീറിനൊക്കെ നോക്ക്. പ്രേം നസീർ സിനിമാ ലോകത്ത് മാത്രമല്ല സൗദാമിനി എപ്പോൾ വന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലെ ഒരു നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനും തോന്നുന്നു അല്ലെ? KP മറക്കാണെങ്കിൽ താൻ എന്താണോ ഈ പറയുന്നത്, ഭാഗി ഞാനൊരു ഗണിത ജീവിയാണ് എന്നൊക്കെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നത് ആ വ്യക്തിയോട് നമുക്കൊരു എന്താണ് ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് അല്ലെ? അതുപോലെ KJ യേശുദാസ് ഇന്റർനെറ്റ് ടൈപ്പ് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി പണ്ട് പാടി പതിഞ്ഞ ഗാനങ്ങൾ, ഞാനും അത്യാവശ്യം പാടാനൊക്കെ താല്പര്യമുള്ള ആളാണ്, പാടുന്ന ആളാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പൊ അതുപോലെ തന്നെ KJ യേശുദാസ് അങ്കിൾ പാടുന്ന പാട്ടിനെയൊക്കെ എന്ത് ചെയ്യും,
ഞാനും അദ്ദേഹം തമ്മിൽ ഏകദേശം ഒരു ഒരു 38 വയസ്സിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ദാസ് ഏട്ടാന്നല്ല, KJ യേശുദാസ് അങ്കിൾ എന്ന് തന്നെ പറയും. കാരണം എന്റെ ഒരു അങ്കിളിനെ പോലെ. എന്റെ അങ്കിളിന് എന്റെ അമ്മയെക്കാളും മൂത്തത്. എന്റെ അമ്മയ്ക്ക് തന്നെ 77 ആയിട്ടുണ്ട്, അതിനേക്കാളും മൂത്തത്. അപ്പൊ ഒരു എനിക്ക് എന്റെ അമ്മയ്ക്ക് ഒരു മൂത്ത ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാകും എന്നുള്ളത് പോലെയാണ് നമ്മളെ KJ യേശുദാസ് അങ്കിളും. അതുപോലെ പ്രഭ ആന്റി. അപ്പം അവരെയൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ തോന്നുന്നത് തന്നെ ഹൃദയത്തിനകത്ത് നമുക്ക് അവരോടൊരു എന്തുള്ളതുകൊണ്ടാണ്, ഒരു സ്നേഹവും അതുപോലെ തന്നെ നമുക്കൊരു ബഹുമാനവും റെസ്പെക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ശ്രീനിവാസിനെയും മോഹൻലാലിന്റെയും പണ്ടത്തെ കോമഡികൾ കാണാൻ തോന്നുന്നത് അവരോടൊക്കെ നമുക്കൊരു ഒരു 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 ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. ഞാൻ ചോദിക്കട്ടെ ദിലീപ്, ഇപ്പം ജനങ്ങളുടെ അനുമതി ഇല്ലാതെ, സപ്പോർട്ട് ഇല്ലാതെ, നാളെ എന്തോ പബ്ബായോ ഏതോ ഒരു സിനിമ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനത്തെ സപ്പോർട്ട് ഇല്ലാതെ ഒരു തിയേറ്ററെങ്കിലും ദിലീപിന് കീഴടക്കാൻ പറ്റും? ജനങ്ങൾക്ക് താല്പര്യമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എനിക്ക് ദിലീപിനോടും കാവ്യയോടും ഒന്നും വ്യക്തിപരമായിട്ട് വിരോധമല്ല. പക്ഷെ ഈ പറഞ്ഞ സത്യമാണെങ്കിൽ അന്യന്റെ ദേഹത്ത് കൈവയ്ക്കാനോ, നിങ്ങൾക്കൊരു പെങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ച് എങ്ങനെയുണ്ട്, ആ വ്യക്തിക്ക് എങ്ങനെ ഫീൽ ചെയ്യും, ആ കാണിച്ചതൊരു ഇതല്ലേ, തരികിടയല്ലേ, ഓർപ്പതിനിഷങ്ങൾ പറ്റി. എന്നിട്ട് വെള്ള പെയിന്റ് വാങ്ങി വെള്ള പൂശാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ അരിയാഹാരം കഴിച്ചവർക്കറിയും. മനസ്സിലായി. കോടതി തന്നെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. അതായത് ബിന്ദു പണിക്കര്, സിദ്ദിഖ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റിമി ടോമി ഉണ്ടല്ലോ, അതായത് കൊല്ല സുപ്രീം പണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാടിയ ആ ശബ്ദത്തിന്റെ ഉടമേരാണ് റിമി ടോമി. ആ റിമി ടോമി പോലും കൂറുമാറിയെന്ന് പറയും. ഞാനൊക്കെ PG ക്ക് പഠിക്കുന്ന കാലം 2010 നാഗർകോവിലോട്ട് പോകുന്ന വഴിക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ യാത്രിയോ കൃപയാ ധ്യാൻ ദീദി എന്ന് പറഞ്ഞിട്ട് ഇന്റർവെലിന് കൊല്ല സുപ്രീം എന്നൊക്കെ പറഞ്ഞിട്ട് പാടും. 2010 എന്റെയും മാരേജ്, ഫോർബദനിഹൻ കാൽവട്ടി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റിമി ടോമിയും ബാക്കി പല സാക്ഷികളും കൂറുമാറി. അങ്ങനെ കൂറുമാറിയത് കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഇതിനകത്തൊരു യഥാർത്ഥമായിട്ട് കോടതിക്ക് കിട്ടേണ്ട എവിഡൻസ് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? കോടതിയിൽ കിട്ടേണ്ട യഥാർത്ഥമായ എവിഡൻസ് കിട്ടി. 28 സാക്ഷികളാണ് കൂറുമാറിയത്. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു മനസ്സിലായില്ലേ? അപ്പൊ റിയൽ ഫാക്ടിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ അകന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കാര്യം, ദിലീപിന്റെ വക്കീല് അല്ലെങ്കിൽ ദിലീപിന്റെ ആളുകൾ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ സബ്ഡ്യൂ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും സാക്ഷികളൊക്കെ സ്വാധീനിച്ച്, മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ കുറെ തിരിമറികൾ നടന്നിട്ടുണ്ട്. ഇത് പകൽ പോലെ വ്യക്തവും വെളിച്ചവും അതുപോലെ തന്നെ വ്യക്തമായ സ്ഥിതിക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം ഇതിനകത്ത് എന്തുണ്ട്, തിരിമറി അടഞ്ഞിട്ടുണ്ട്. പിന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുമ്പിൽ എവിഡൻസ് വന്നാൽ മാത്രമേ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്യാക്കുള്ളൂ. പിന്നെ പ്രോസിക്യൂഷന്റെ പരാജയം, പിണറായി വിജയനല്ലേ ആള്, അപ്പൊ പിന്നെ അറിയാലോ. ഞാൻ പിണറായിയുടെ പക്ഷമല്ല കേട്ടോ. തെറ്റ് ആര് ചെയ്താലും എതിർക്കും, നല്ല കാര്യം ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിനന്ദിക്കാം. അവിടെ പാർട്ടിയോ BJP ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ആം ആദ്മി ആണോ എന്ന് നോക്കണ്ട. നമ്മൾ മനുഷ്യനായിട്ട് കണ്ടാവും. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യന്റെ രക്തം എന്താ ചുവപ്പാണ് അല്ലെ. ഗ്രൂപ്പിൽ വ്യത്യാസം വരാം. നമുക്ക് ഒരാൾക്കൊരു സഹായം സമൂഹത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പാർട്ടിയും മതവും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം നോക്കിയല്ല നമ്മൾ എന്ത് ചെയ്യും, ഒരു വ്യക്തിനെ നമുക്ക് സഹായിക്കാൻ തോന്നും. നമ്മളിൽ പെട്ട ഒരാളാണ്, നമ്മുടെ സഹോദരനെ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സഹോദരിയെ പോലെയാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ ആരുമല്ല, പക്ഷെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സാക്ഷാത്കാരം. അപ്പൊ അതുകൊണ്ട് എന്താ പറയണ്ടേ, അപ്പൊ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി, മനസ്സിലായി, നല്ലൊരു മനോഭാവത്തോടു കൂടി പോയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ സംജാതമാവൂല. മാത്രമല്ല ഫോർബദനിഹൻ കാൽവട്ടി കുറച്ചും കൂടെയൊക്കെ, മനസ്സിലായില്ലേ, ദിലീപ് ഇത്രയും ഇതൊക്കെ ഉയർന്നു വന്നല്ലേ, കുറച്ചും കൂടെ ഇത്രയും അഹങ്കരിക്കാതൊക്കെ ഇരുന്നെങ്കിൽ ഇപ്പൊ നാളെ ഏതോ സിനിമ വന്നു പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ കാര്യം എന്താവും? ചില ആളുകളൊക്കെ പറയത്തില്ലേ, ദിലീപിന്റെ പേര് തന്നെ ഗോപാലൻ എന്നല്ലേ, ചില ആളുകൾ ഇങ്ങനെ ഗോവിന്ദ അടിച്ചോണ്ടിരുന്നത് എന്ന് പറയത്തില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഗോവിന്ദനും ഗോപാലനും പറഞ്ഞു വരുമ്പോഴത്തേക്കും സഹോദര പേരുകളാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നത്. ഇനിയാണെങ്കിലും ദിലീപിന് രക്ഷപ്പെടാനുള്ള ധാരാളം അവസരമുണ്ട്. ഇനിയെങ്കിലും മനസ്സൊക്കെ വന്ന് റിന്യൂ ചെയ്ത്, മനസ്സിലായി, ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചൊരു മനസ്സിലായില്ലേ, അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ഇനിയാണെങ്കിലും ഭാഗ്യവശാൽ ഈ ഉപദ്രവം നേരിട്ട വ്യക്തിയൊന്നും എന്ത് ചെയ്യില്ല, ഇഹലോകവാസം വെടിഞ്ഞിട്ടില്ല. ഇനിയാണെങ്കിലും വേണമെങ്കിൽ കണ്ട് രഹസ്യമായിട്ടാണെങ്കിലും ഒരു സോറി കർപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു കഴിഞ്ഞത് കഴിഞ്ഞു, മനസ്സിലായില്ലേ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇനി വെള്ള പൂശാൻ നിൽക്കാതെ ആ വ്യക്തിയോട് മനസാക്ഷി എന്നുള്ള അർത്ഥത്തില് സ്വന്തം പെങ്ങളായിട്ട് കണ്ട്, എന്റെ അറിവില്ലായ്മയിൽ, നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടു, സീരിയലൊക്കെ, പ്രഭോ എന്റെ അറിവില്ലായ്മയിൽ അങ്ങേക്ക് വിരോധമായി നമ്മൾ പണ്ട് രാജൻ പി ദേവൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ അവിവേകത്താൽ അങ്ങേ കാട്ടിൽ നിന്ന് പുറത്താക്കാനും അല്ലെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനും അങ്ങേക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കാനും ശ്രമിച്ചു. നമ്മുടെ അവിവേകത്തെ പൊറുക്കണമെന്നൊക്കെ പറഞ്ഞ് രാജൻ പി ദേവന്റെ ആ മുഖഭാവം, ആ ഒരു അഭിനയം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും മനസ്സിനകത്തൊരു രാജൻ പി ദേവൊക്കെ നമ്മളെ വിട്ടുപോയല്ലോ എന്നൊരു മനസ്സിലായി. അതുപോലെ തന്നെ സിനിമയുടെ മുരളിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം, അതുപോലെ വേണുനാഗ വള്ളിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം.
നമ്മളൊക്കെ വേണു നാഗം എന്ന് പറഞ്ഞാൽ പാമ്പ് വിളി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരു നല്ല കാലത്തിലേക്ക് ഇനി മടങ്ങി വരാൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സന്ദേശ സിനിമയിൽ ജയറാമും ശ്രീനിവാസനൊക്കെ പറഞ്ഞല്ലോ, അവസാനം പാർട്ടി കളിച്ചു കിടന്നവരൊക്കെ എന്ത് ചെയ്തു? എടാ അങ്ങോട്ട് പിന്നെ ചേട്ടാ അങ്ങോട്ട് വരുന്നെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നീ അങ്ങോട്ട് വരുന്നേടാ, നമുക്ക് ഒരു ഓട്ടോ പിടിച്ചു പോകാം. തമ്മി കണ്ട വർഗ ശത്രുക്കളായി പോളണ്ടിനെ കുറിച്ച് ഒരൊറ്റ അക്ഷരം പോലും പറയില്ലെന്ന് പറഞ്ഞ വ്യക്തികൾ അവസാന സഹോദരങ്ങളെ പോലെ തോളി കയറ്റുകൊണ്ടിടും. അപ്പൊ അതുപോലെ ഇനിയാണെങ്കിലും പിന്നെ മനസ്സിലായില്ല, ഈ ഗുണ്ടായുസവും തരികിടയും ഒക്കെ മതിയാക്കിയിട്ട് എന്റെ ഒരു നിർദ്ദേശമാണ്, കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ള ഞാൻ പറയും. മര്യാദയ്ക്ക് പിന്നെ കാവ്യമാധവൻ ഡ്യൂപ്ലിക്കേറ്റ് വൈഫിനെ കൊണ്ട് നിശാലിന് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് കാവ്യമാധവൻ എന്ത് ചെയ്യണം? ദിലീപുമായിട്ട് സഹോദരൻ എന്നുള്ള ബന്ധം തുടരാം, ഫ്രണ്ട് എന്നുള്ള ബന്ധവും തുടരാം. എന്തായാലും സംഭവിച്ചു. പിന്നെ ശ്രീലക്ഷ്മി ഇടയ്ക്ക് വേണമെങ്കിൽ എന്റെ ഒരു നിർദ്ദേശമാണ്, ഇതുപോലെ ചെയ്യണമെന്നല്ല, അങ്ങനെ ചെയ്താൽ കുറച്ച് ബെറ്റർ ആണ്. വേണമെങ്കിൽ ആലോചിച്ചിട്ടൊന്നുകൂടെ പറയാം. ശ്രീലക്ഷ്മിയെ അതിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തോ? ശ്രീലക്ഷ്മിയാണ് അത് ചെയ്തത്. കാവ്യമാധവനും ദിലീപും ഒക്കെ എന്തെങ്കിലും തോന്നിയ ദിവസം ചെയ്തിട്ടത് കുഞ്ഞുങ്ങളുടെ തലയിലല്ല കൊണ്ടിടാൻ. മനസ്സിലായില്ലേ? അത് വേറെ. കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലെ വാഗ്ദാനം. അപ്പൊ സംഭവിച്ചു. ശ്രീലക്ഷ്മി ആണെങ്കിലും മീനാക്ഷി ആണെങ്കിലും നമുക്ക് വിരോധമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ നമ്മൾ ഒഴിവാക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളോടല്ല, ഞാൻ പറയുന്നത് കാവ്യമാധവനോടും ആരോടാണ്? ദിലീപിനോടാണ്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് കുഞ്ഞിനെ ഇടയ്ക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച് ദിവസം പിതാവിന്റെയും കുറച്ച് ദിവസം മാധവനും കൂടെ നിർത്തിയിട്ട് പിന്നെ എന്താണ്, കാവ്യമാധവൻ മര്യാദയ്ക്ക് പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ അയാൾ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ അങ്ങനെ പോയി നിൽക്കുക. അല്ലെങ്കിൽ ചില യോഗിനികളൊക്കെ ജീവിക്കുമല്ല ബ്രഹ്മചാരി എന്ന് പറഞ്ഞുകൊണ്ട് തപസ് ചെയ്ത് കാവ്യ എടുത്തോണ്ട് നടക്കാനാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ബി ജെ പി ചെയ്യണമെന്നല്ല, മര്യാദയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഫിസിക്സോ കെമിസ്ട്രിയോ നിങ്ങൾക്ക് നല്ല ബുക്കൊക്കെ മേടിച്ച് ഇത്രയും അത്യാവശ്യം തന്നെ ഉണ്ടല്ലോ. സഹോദര, ഞാൻ ഇപ്പോൾ താങ്കളുടെ സഹോദരനാണ്. മനസ്സിലായി? അങ്ങനെ പിന്നെ പണ്ട് പ്ലസ് 2 വരെ കൊണ്ട് പഠിച്ചൊന്നുമല്ലോ, വേണമെങ്കിൽ എന്റെ ഡിഗ്രിക്കോ ഏതെങ്കിലും കറസ്പോണ്ടൻസ് ആയിട്ടോ എന്തെങ്കിലും പഠിച്ച് മനസ്സ് എൻഗേജ് ആക്കുക. അപ്പൊ കുറെ പ്രായം അങ്ങനെ മാറി കിട്ടും. അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ പിന്നെ എന്താണ്, ദിലീപിനും മനസ്സിലായില്ലേ, പിന്നെ ഈ പിന്നെ കാവ്യമാധവനെ നിശാലിനെ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് എന്ത് ചെയ്യുക? പുള്ളിങ് ഓഫ് മഞ്ജുവാരുടെ അടുത്തേക്ക് കടന്നു വരിക. മനസ്സിലായില്ലേ? അപ്പൊ മഞ്ജുവാരുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പ്രിയെ, എനിക്ക് നിന്നോട് ഒരിതുണ്ടായി, മനസ്സിലായി, എന്നോട് ക്ഷമിക്കൂ പ്രിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും? പ്രിയ അങ്ങ് വരാം. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. കാവ്യമാധവനും ദിലീപിനും ഹൃദയത്തിനകത്ത് അങ്കുരിച്ചതായിട്ടുള്ള ദുർമോഹമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ഇപ്പൊ ഹോമിയോ ഡോക്ടർമാർ ചികിത്സിക്കുമ്പോൾ രോഗത്തെ എല്ലാവരും ചികിത്സിക്കുന്ന രോഗ കാരണത്തെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ കോടതിയാണോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്? കോടതിക്ക് കിട്ടിയ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു എന്താണ് പിന്നെ അഡ്വക്കേറ്റ് ആണ്. കോടതിക്ക് അവരുടെ മുമ്പിൽ കിട്ടിയ എവിഡൻസിനെ ബേസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും. അത് ഹൈക്കോടതി ആണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും കോടതി നോക്കുന്ന എവിഡൻസ് ആണ്. മനസ്സിലായില്ലേ? അതിനൊക്കെ പല മാനദണ്ഡങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എവിഡൻസും പലതൊക്കെയാണ്. അതിനകത്തൊക്കെ പല ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം നമ്മളെല്ലാം എന്താണ്, ഏത് മനുഷ്യനാണെങ്കിലും ശ്വാസവും മനുഷ്യത്വം ഉള്ളവരാണ്. അതായത് നമ്മളാരും സ്വർഗത്തിൽ നിന്ന് അതായത് ഹ്യൂമൻ ബോഡി ഉള്ളവരാണെന്ന്. നമുക്കിനി സ്വർഗീയ ശരീരം കിട്ടുന്നത് അതിന് ടൈമുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ബോഡിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പല ലിമിറ്റേഷനും വരാം. ഇപ്പൊ ആദാമിനെ ഹൗവയും പോലെ ആദാം മൃഗങ്ങൾക്ക് പേരിട്ടു എന്ന് വായിക്കുന്നു. അതുപോലെ സർവജ്ഞാനികളല്ല, പിന്നെ അതുപോലെ കുറച്ചും കൂടെ ഹൈ ജ്ഞാനമൊന്നും ഇപ്പോഴുള്ള മനുഷ്യനുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം കോടതിയിലാണെങ്കിലും അവിടെ ഇരിക്കുന്ന ജഡ്ജി എന്താണ്? ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആണ്. മനസ്സിലായി? അപ്പൊ ആ വ്യക്തിക്കാണെങ്കിലും പിന്നെ മനുഷ്യൻ എന്നുള്ള പല പരിമിതികളും ഉണ്ടാകാം. നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യാം. മനസ്സിലായി? അല്ലാതെ കോടതി എന്തെങ്കിലും പറയുമ്പോൾ ജഡ്ജി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ കോടതിക്കാണെങ്കിൽ എവിഡൻസ് അവരുടെ മുമ്പിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാത്രമേ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനുള്ളൂ. ഇനി ഹൈക്കോടതി പോയിരുന്നാലും സുപ്രീം കോടതി പോയിരുന്നാലും കോടതി നോക്കുന്ന പ്രഥമ ദൃഷ്ടിയ അവിടെ കുഞ്ഞമ്മേരെ മോനെന്നോ വല്യമ്മേരെ മോനെന്നോ ഒന്നല്ല. എന്നാ പിന്നെ ജഡ്ജി കരാറിലും ചോദിച്ചാൽ ജഡ്ജിയും സെന്റിമെന്റലാണ്, അദ്ദേഹം ഒരു മനുഷ്യനാണ്. പക്ഷെ കോടതി പ്രധാനമായിട്ടും നോക്കുന്നത് എവിഡൻസ് ആണ്. അപ്പൊ അത് ഹാജരാക്കാൻ ആരൊക്കെ സഹായിക്കണം? പ്രോസിക്യൂഷൻ, പോലീസ്, സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സഹായിക്കും. അപ്പൊ എന്റെ ഒരു വിമർശനം, പ്രതിഷേധം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അപ്പം ഇത് ദിലീപോ കാവ്യോ കേൾക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, കേട്ടാ കൊള്ളാം, ഞാൻ ഉപദേശിക്കുകയാണ് തോന്നുന്നത്. കാവ്യമാധവൻ മര്യാദയ്ക്കാണ് നിശാലിന്റെ അടുത്തോട്ട് പോയിട്ട്, ചേട്ടാ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി കൊണ്ട് പ്രേം നസീറും ജയഭാരതിയൊക്കെ പറയുമ്പോൾ ഒരു കൺഫെഷൻ പറഞ്ഞു. പുള്ളി എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അല്ല, എടുത്തില്ലെങ്കിലും പ്ലസ് 2 വരെ പഠിച്ച ആളല്ലേ, ബാക്കി എന്തെങ്കിലും പെൻഡിങ് പഠിക്കാനുണ്ടെങ്കിലോ കറസ്പോണ്ടൻസ് ആയിട്ടോ എന്തെങ്കിലും വായിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും തിരുമലയോ മൊടോമുള്ള എവിടെയെങ്കിലും ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ കുറെ പരിചയപ്പെടുത്തരാം കേട്ടോ. ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ച്, പണ്ട് മറ്റേ സിനിമാടി മാധവിയൊക്കെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു കോളേജ് ലെക്ചറിന്റെ റോൾ പോലെ ഒരു ബുദ്ധിജീവി പോലെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് അങ്ങനെ. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണ് ആ ബുക്കില്ലാത്തത്, കൊള്ളാം. ഇവിടെ മറ്റേ ബ്രിട്ടീഷ് ലൈബ്രറി തൊട്ട് ഇങ്ങോട്ട് പഴയ ബുക്കുകളുടെ ഒരു സമരം, ഇതൊക്കെ വായിച്ച് തീരുമ്പോൾ തന്നെ ഒരു 10-25 വർഷം എടുക്കും. അല്ലെങ്കിൽ കണക്കിലേക്ക് തിരിയാം, അല്ലെങ്കിൽ പാട്ടിലേക്ക് തിരിയാം, അല്ലെങ്കിൽ മിമിക്രിയിലേക്ക് തിരിയാം.
എത്രയോ പെൺകുട്ടികളോ ആൺകുട്ടികളും ഇത്തിരി കലാഭാസനയിലേക്ക് തിരിയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ദിലീപിനെ കാണേണ്ടത് ഭാവിയിൽ എങ്ങനെയാണ്? പിന്നെ ഇതിന്റെ ഒന്നും കുറ്റം ആരുടെ മേൽ ചാരി വെക്കരുത്. ശ്രീലക്ഷ്മിയുടെ മേലോ മീനാക്ഷിയുടെ മേലോ ചാരിട്ടിട്ടല്ല. കുഞ്ഞുങ്ങള് കൊച്ചുകുട്ടികള് അവരെന്തറിഞ്ഞു? അവരെ ഞാൻ ഇതിലൊന്നും പെടുത്തിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് അച്ഛനും അമ്മയും എന്നുള്ള അർത്ഥത്തിൽ അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെ നിൽക്കാം. പക്ഷെ മേലാൽ ദിലീപിനെ കാണേണ്ടത് ഒരു ബ്രദറിനെ പോലെ കണ്ടാൽ മതി. എന്റെ ഒരു നിർദ്ദേശമാണ് ഇത്. കാവ്യ അതുപോലെ കേൾക്കുമെന്ന് എനിക്കൊരു മനസ്സിലായില്ലേ, കേൾക്കണമെന്നോ. പക്ഷെ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ബെറ്ററാണ്. ഇനി ഒരു അനർത്ഥത്തിലേക്കോ മനസാക്ഷി കുത്തിലേക്കോ ഒരു പാതി ഭ്രാന്ത് പിടിച്ച മനസ്സിലേക്കോ പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണേ. മനസാക്ഷി ഉള്ളവർക്കേ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട, മനസാക്ഷിയിലേക്ക് വരിക എന്നുള്ളത് ഒരു വെൽക്കം ചെയ്യും. ഇനി ദിലീപിനോട് പറയാനുള്ളത്, മര്യാദയ്ക്ക് കാവ്യ കൊണ്ട് നിശാൽ ബ്രദറിന്റെ അടുത്തേക്ക് കൊടുത്തിട്ട് പണ്ട് പ്രേം നസീർ പറയുന്നത് എനിക്ക് സംഭവം പറ്റിപ്പോയി സഹോദര എന്നുള്ള അർത്ഥത്തിൽ ഒരു കൺഫസ് ചെയ്തിട്ട് മര്യാദയ്ക്ക് എന്ത് ചെയ്യുക, ആ മഞ്ജു വാര്യരുന്ന ഐശ്വര്യമുള്ള സ്ത്രീയുടെ അടുത്തേക്ക് മടങ്ങി വന്നു. മഞ്ജു എനിക്ക് പണ്ട് ധ്വനിയിലൊക്കെ പ്രേം നസീർ പറഞ്ഞതുപോലെ പിന്നെ ഒന്നിച്ചങ്ങ് ജീവിക്കുക. മനസ്സിലായില്ല, റിയൽ കൺഫഷൻ ആണെങ്കിൽ, ഹൃദയത്തിൽ തട്ടിയുള്ള കൺഫഷൻ ആണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരി സ്വീകരിക്കാനുള്ള ചാൻസ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 2012 വരെ നിങ്ങളുടെയൊക്കെ കുടുംബജീവിതം എത്ര മനോഹരവും സന്തോഷവും സുരഭിലവും സുന്ദരവും, മറ്റേ മോഹൻലാലാണ് സുന്ദരം സുരഭില മനോഹരം അല്ലേ? അതിൽ നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പൊ MBBS കഴിഞ്ഞ് ഡെർമറ്റോളജിസ്റ്റ് ആവാൻ പോവേ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇപ്പൊ 58 വയസ്സായി, കഴിഞ്ഞതോ കഴിഞ്ഞു. വേണമെങ്കിലെന്നല്ല, അതിജീവിതരുടെ അടുത്ത് പറയണം, പെങ്ങളെ എനിക്ക് ഒരു പണ്ട് രാജൻ പീതൊക്കെ പണ്ടൊരു സീരിയൽ അഭിനയിച്ച പറഞ്ഞു, സംഭവം എന്റെ അവിവേകത്തിന് പുറക്കണം, ഞാൻ കാട്ടിൽ പുലിപ്പാലിന് വേണ്ടി അങ്ങ് അയക്കാനും. ആ ഒരു അഭിനയമാണ്, കഥയാണ് കേട്ടോ. പക്ഷെ രാജൻ പീത എന്റെ മുഖത്ത് വന്ന ഭാവം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്റെ അവിവേകം, ആ രാജൻ പീതയും മുരളി എന്നും നമ്മോടൊപ്പം ഇല്ല, 2010 വിട്ടുപോയി, കലാലോകത്തിന് നഷ്ടമാണ്. എന്റെ അവിവേകത്തിന് അങ്ങ് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് അതിജീവിതയോടൊന്ന് കൺഫസ് ചെയ്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു പിന്നെ ഒരാൾക്കൊരു ആശ്വാസം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർ ബദനി ഹാൻ കാൾഡർ ലിവർ, മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു കൺഫഷൻ പറയുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പുള്ളിങ് ഡൗൺ ഓഫ് സ്റ്റോൺസ്. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇനി 58 വയസ്സായി, ഈ ചക്കടയും ചിക്കടയും തരികടയൊക്കെ മതിയാക്കിയിട്ട് മാനവ മര്യാദയ്ക്ക് പിന്നെ എന്ത് ചെയ്യുക, ഒരു കുടുംബ ജീവിതം നയിച്ച് മര്യാദയ്ക്കുള്ള സിനിമ മതിയെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ബാക്കി സമയത്ത് AT കോളേജിലെ ഏതെങ്കിലും ട്യൂട്ടറി കോളേജിൽ പഠിപ്പിച്ച് പിന്നെ എന്ത് ചെയ്യണം, മീനാക്ഷിക്ക് ഒരു നല്ല അച്ഛനായിട്ട് ജീവിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഉപദേശിക്കാണെന്ന് തോന്നല്, മഞ്ജു വാര്യരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയിട്ട് പണ്ട് പ്രൈം മിനിസ്റ്ററില്ല ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കൊരു റിയൽ കൺഫ്യൂഷൻ ആണെങ്കിൽ ചിലപ്പോൾ മനസ്സലിയാൻ ചാൻസ് ഉണ്ട്. നമ്മളും അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ തന്നെ കാവ്യ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, മേലാൽ ഇതുവരെ സംഭവിച്ചൊക്കെ ഇരിക്കട്ടെ, ദിലീപിനെ ബ്രദറായിട്ട് മാത്രം കണ്ടിട്ട് മര്യാദയ്ക്ക് നിശാലിന്റെ അടുത്ത് കൂടി ജീവിച്ചു. ചിലപ്പോൾ പുള്ളിക്ക് ഒരു മനസ്സിൽ ഉണ്ടാകാം, വേറെ കെട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കൊരു വേറെ ഇത് വരും. റിയൽ കൺഫഷൻ ആണെങ്കിൽ, ചേട്ടാ എന്നോട് ക്ഷമിക്കൂ ചേട്ടാ എന്നൊക്കെ പറയാൻ വേണ്ടി വേണമെങ്കിൽ ഡയലോഗൊക്കെ ഞാൻ തരാം. ജയഭാരതിയുടെ ഒക്കെ പഴയ സിനിമ ഉണ്ടാതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആണെങ്കിൽ, മുതല കണ്ണീരല്ലാത്ത കണ്ണീരാണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരനും മനസ്സലിയാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലല്ലേ? പിന്നെ കുഞ്ഞുങ്ങളുടെ മേലെ നമ്മൾ ഒരു കുറ്റം ആരോപിക്കുന്നത്, മീനാക്ഷിയും ശ്രീലക്ഷ്മി എന്ത് ചോദിച്ചു, അവര് പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ വിവാഹം കഴിച്ചത്, ഇല്ലീഗൽ ബന്ധത്തിലേക്ക് കടന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വെറുതെ ഇട്ടേക്ക്. ഒരു 10 ദിവസം അച്ഛന്റെ കൂടെയും 10 ദിവസം അമ്മയുടെ കൂടെയും, നിങ്ങൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ. നിങ്ങളുടെ ആദ്യത്തെ മോൾ എന്ന് പറയുന്നത് ആരാണ്? മീനാക്ഷിയാണ്. അവളിപ്പോ ഒരു ഡോക്ടറാണ്, പിന്നെ ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇനിയിപ്പം അടുത്ത മെഡിക്കൽ റെപ്പുമായിട്ടും മെഡിക്കൽ സ്റ്റോറുമായിട്ടൊക്കെ നല്ല ബന്ധം പറയേണ്ടതാണ്. നമ്മുടെ നാട്ടിലും ഇതേപോലെ ഒരു മെഡിക്കൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, ഞാൻ ആ കടയുടെ പരസ്യം പറയുന്നതല്ല. അപ്പൊ അതുപോലെ ഏതെങ്കിലുമൊക്കെ നല്ല മെഡിക്കൽ പ്രൊഫഷനൊക്കെ ചെയ്ത് മാന്യമായിട്ട് ഇഞ്ചക്ഷനും ഇനിമയൊക്കെ കൊടുത്ത് സപ്പോസിറ്ററി ഒക്കെ വെച്ച് മര്യാദയ്ക്ക് പിന്നെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി കിടക്കും. മെഡിക്കൽ ഇതിനൊക്കെ ഒരു എത്തിക്സ് ഉണ്ട്, മനസ്സിലായി? ഉള്ളത് മതിയടേ, ഉള്ള സമ്പത്ത് മതി, മനസ്സിലായി? നമുക്ക് മറ്റൊരാളെ രോഗിയാക്കിയിട്ടുള്ള സമ്പത്ത് വേണ്ട. അതുപോലെ മറ്റൊരുത്തന്റെ തലക്കടിച്ച് അവനെ അപമാനിച്ചിട്ട് അവളെ അപമാനിച്ചിട്ടുള്ള സമ്പത്ത് വേണം, അത് വേണ്ട. ഉള്ളത് മതി. എത്ര സമാധാനം, എത്ര ആശ്വാസം. രാത്രി കിടന്നുറങ്ങുമ്പോ എത്ര സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഉള്ളത് മതിയെന്നേ. ഉള്ളത് നമുക്കിപ്പം ഒരു സ്ട്രെപ്സിൽസ് ആയാലും ഒരു വിക്സ് മുട്ടായി ആയാലും നമുക്കിപ്പം എന്താണ് പിന്നെ നമുക്ക് 1 കിലോ ആപ്പിളെ കിട്ടിയുള്ളൂ, മതിയെന്നേ. സമാധാനത്തോടെ കഴിച്ചിട്ട് ഉറങ്ങും. അപ്പൊ എനിക്ക് അത് ഒരു നിർദ്ദേശം പോലെ പറയാം. അല്ലാതെ ഈ വ്യക്തികളോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താണ്, അതിജീവിതയ്ക്കും ഒരു ആശ്വാസം. അത് പബ്ലിക്കായിട്ടും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പേഴ്സണലായിട്ട് വീട്ടിൽ പോയി കണ്ടിട്ട് മനസ്സിലായി ഇന്നതാണ് കാര്യം. ഒറിജിനൽ കൺഫ്യൂഷൻ. പണ്ട് രാജൻ പീതൊക്കെ ഏതോ ഒരു സീരിയലൊക്കെ അഭിനയിക്കുമ്പോഴേ, പുള്ളി മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഞാനൊക്കെ ആ സമയത്ത് PG പഠിക്കുന്ന കാലം 2010 2 വലിയ നടന്മാര് നമ്മളെ വിട്ട് പോയി. ഒന്ന് സിനിമാടൻ മുരളി, അതായത് പിന്നെ ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ലേ,
അങ്ങനെ പാടിയൊരു പാട്ടുണ്ട് അല്ലെ. വെങ്കല സിനിമയില് മുരളിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മനോജ് കെ ജയൻ അനിയനാണ്. അപ്പൊ ആ മുരളിയും നമ്മളെ വിട്ടുപോയി. അപ്പൊ അവരുടെയൊക്കെ അഭിനയ സാരഥ്യം, അവരുടെ മുഖത്ത് കാണുന്ന അഭിനയ പ്രകടനം, ഇത് അഭിനയമല്ലെങ്കിലും പണ്ട് രാജൻ പീതയെ പറഞ്ഞിട്ടുണ്ട്, പ്രഭു എന്റെ അവിവേകത്തിന് അങ്ങനോട് ചെയ്യണം പുറത്തും. അപ്പൊ രാജൻ പീതന്റെ അഭിനയം നോക്ക്, എന്റെ അവിവേകത്തിന് അങ്ങനോട് പുറക്കണം പ്രഭു, എന്നോട് പൊറുക്കണം. അങ്ങേ കാട്ടിലേക്ക് അയച്ചതും രാജാവിനോട് പറഞ്ഞ് ഇളക്കി വിട്ടതും ഞാനാണ്, എന്നോട് അങ്ങ് മാപ്പ് നൽകണം. അപ്പൊ ആ പുള്ളിയുടെ മുഖത്തുള്ള അഭിനയമാണ്, ആ കഥയല്ല. ആ കഥ നമുക്ക് പലതും വായിക്കാം, പക്ഷെ ആ പുള്ളിയുടെ മുഖത്ത് വന്ന ആ ഒരു എന്താണ് ആ ഒരു ഭാവം. അപ്പൊ പെട്ടെന്ന് രാജൻ പി ദേവിനോട് നമുക്ക് അറിയാതെ ഒരു അങ്കിളിനെ പോലെ നമുക്കൊരു സ്നേഹം തോന്നും. നമ്മളൊക്കെ ആ സമയത്ത് റിയൽ ആയിട്ട് അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്തിരി കരിപ്പോട്ടി കാപ്പിയോ അങ്കിളുടെ ഗുണം കണ്ടപ്പോൾ നമുക്ക് കരച്ചിൽ കൊടുക്കും. അങ്കിൾ വന്നിട്ട് ഒരു നേരത്തെ സപ്പർ കഴിച്ചിട്ട് നമുക്ക് ആ ഒരു റെസ്പെക്ട് അറിയാതെ നിന്ന് രാജൻ പി ദേവിന് നമ്മൾ എന്ത് ചെയ്യും, റെസ്പെക്ട് ചെയ്തു. ഇപ്പോഴും പ്രേം നസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന എന്തുകൊണ്ട് നമുക്കൊരു സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ട് ആ ബഹുമാനത്തെ കളഞ്ഞ് കുളിക്കാതിരിക്കും. പിന്നെ കെ ജെ യേശുദാസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളികളായിട്ട് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ എം ജി ശ്രീകുമാറിനെക്കാളും കെ ജെ യേശുദാസ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കുടുംബ ഡിഗ്നിറ്റി മനസ്സിലായില്ലേ, അത് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മള് എല്ലാവരും പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വീഴ്ച ആർക്കും പറ്റാം, മനസ്സിലായില്ലേ, വീഴ്ച ആർക്കും പറ്റാം. പക്ഷെ മനസ്സിലായി, ആ വീഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വീഴ്ചയിൽ കിടന്ന് ഊരുണ്ട് ചെളി വീണ്ടും ചെളി പറ്റാതെ എന്തായാലും ഇത്രയും ചെളി പറ്റും. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും അവരോട് സ്നേഹമാണ്, ദിലീപിന്റെ പക്ഷക്കാരോട് സ്നേഹമാണ്, അതുപോലെ അതിജീവിതയുടെ സ്നേഹം. എന്തായാലും പണ്ട് സന്ദേശ സിനിമയില് പണ്ട് ജയറാമ ശ്രീനിവാസനുമാരായിരുന്നു വർഗ ശത്രുക്കളായിരുന്നു. അവസാന സിനിമ അവസാനിക്കുന്ന നമ്മൾ കണ്ണ് നിറഞ്ഞു. അതായത് എടാ ഞാൻ അങ്ങോട്ടാണ്, നമുക്കൊരു ഓട്ടോ പിടിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അവർ പറയും. അപ്പോഴാണ് മറ്റൊരുത്തം കൊടിയെടുത്ത് വരുമ്പോൾ ഓടി നിന്നെ ടീച്ചർ പുറത്താക്കി, ക്ലാസ് ടീച്ചർ പുറത്താക്കി ആരും മതിയായ കാരണങ്ങളാണ്. അങ്ങോട്ട് തുടങ്ങി ജയറാം ഇങ്ങനെ കൊടി എറിയുമ്പോഴാണ് തിലക എന്ത് ചെയ്യുന്നത്, റെയിൽവേ ഉദ്യോഗസ്ഥൻ. അന്നത്തെ സിനിമയിൽ അതുപോലെ പണ്ടത്തെ ബാലേന്ദ്ര മേനോന്റെയൊക്കെ സിനിമകൾക്ക് എന്തൊരു ഫാമിലി വാല്യൂസും. എന്നാൽ ചിരി ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിയുണ്ട്, എന്നാൽ കരച്ചിലുണ്ട്. എന്നൊക്കെയുള്ള പാട്ടും ഇപ്പോഴൊക്കെ നമ്മൾ നോക്കാം. കലാ സംവിധാനം, തിരക്കഥ, സംഗതി, അത് ഇത് പിന്നെ ഡയറക്ഷൻ എല്ലാം ബാലേന്ദ്ര മേനോനാണ്. അപ്പൊ ആ ഒരു വാല്യൂ മനസ്സിലായി. ആ വാല്യൂ ഒക്കെ ഇപ്പൊ എവിടെ പോയി? ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. അപ്പൊ നിങ്ങൾ പറയും ശ്രമിച്ചാൽ പറ്റുമെന്ന്. പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇവിടെ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റും. അപ്പൊ ഇപ്പോഴത്തെ ഭാഷ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യവും വേണമെങ്കിൽ ചെയ്യാൻ. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏത് കാര്യം പറ്റും. BJPക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ നമ്മൾ സ്വപ്നത്തിൽ കരുതി. പക്ഷെ അവരെന്ത് ചെയ്തു? ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചു ഞാൻ പറയുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്തു? വീണ്ടും ട്രൈ അഗെയിൻ വർക്ക് ചെയ്ത് പായസം കൊടുത്തും ഉരുളി കമത്തിയും അപ്പുറത്ത് പോയും ഇപ്പുറത്ത് പോയും മറ്റേ പോറ്റിയെ ഗേറ്റി എന്നൊക്കെ UDF കൊണ്ട് പാടിപ്പിച്ചും. അത് ഇവർ പറഞ്ഞിട്ടാണോന്നില്ല, പിണറായി വിജയന് ചൊറഞ്ഞു വരുമായിരിക്കും. ചൊറിയണമെങ്കിൽ വേറെ ഒന്നുമില്ല, ഏതെങ്കിലും ഇത്തിരി പിന്നെ ഇവിടെയുള്ള ഔഷധം അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മറ്റേ ഈ മറ്റേ മുള്ളിനെ കളക്കാനുള്ള ഒരു ഇതുണ്ട്, അത് കിട്ടാതെ കേട്ടാ. പിന്നെ പറയാമേ, ഔഷധത്തിന്റെ പേര് പറയുന്നില്ല, അത് വേണമെങ്കിൽ ഒരു കടം കഥയായിട്ട് പറയാം കേട്ടാ. മെഡിക്കൽ സ്റ്റോപ്പിന്റെ പേര് പറയുന്നില്ല. പിന്നെ അത് സെർച്ച് ചെയ്ത് ബുദ്ധിപൂർവ്വം കണ്ടെത്തും. ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C കണ്ടെത്തും കേട്ടാ. ഇങ്ങോട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ ആ ഒരു കാര്യം മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ പിന്നെ പണ്ടത്തെ കാര്യം, ആ ബാലേന്ദ്ര മേനോനും ആ ഒരു പണ്ടത്തെ ഒരു പിന്നെ സിനിമയുടെ ഒരു ഇത്. അപ്പൊ ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മനസ്സിനകത്തൊക്കെ ഒരു ആശ്വാസ സന്തോഷം. BJPക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ലപോലെ വർക്ക് ചെയ്തു. അവർ പിന്നെയും വർക്ക് ചെയ്തു. ആളുകളുടെ വീട്ടിൽ പോയി കൗൺസിൽ ചെയ്തു. അങ്ങനെയാണ് ആന്റി അങ്കിളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ ആന്റിയെ കാണുന്നു, ഓട്ടോസിലിസിൽ അതുണ്ടോ ഇതുണ്ടോ പേര് വേണ്ട എന്ന് വേണ്ട, അവർ നീണ്ട കുറെ വർഷങ്ങൾ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 10-50 വർഷം അല്ലെ, ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഇതോട്ട് ഏതാണ്ട് ഒരു 75 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് 2025 ആ കൃത്യസമയത്ത് അവർക്ക് എന്ത് ചെയ്തു? നല്ല വോട്ട്. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി, ഹാർഡ് വർക്ക്. IAS ആണെങ്കിലും ചുമ്മാ കുത്തിയിരുന്ന് IAS കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പാത്രം കളിപ്പിച്ച് IAS കിട്ടും. നമ്മൾ അതിനുവേണ്ടി കുറച്ചൊക്കെ ശ്രമിക്കണം. അത് എവിടെ കിട്ടുമെന്ന് തിരക്കണം. അതെന്തായാലും ചന്തയിൽ കിട്ടൂലല്ലോ, മനസ്സിലായി. അപ്പൊ എന്തായാലും പിന്നെ ലോട്ടറി കടയിൽ എന്തായാലും കിട്ടത്തില്ല, മനസ്സിലായി. മെഡിക്കൽ സ്റ്റോറിലും കിട്ടണമെന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. അതുപോലെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ചെറ്റ വേറെല്ലാം കഴിക്കണം. വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക. ഇമ്പോസിബിൾ ആണ് തോന്നുകയാണെങ്കിൽ ഇനി നന്നാവാനുള്ള സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഞാനിപ്പോ തൽക്കാലം പുള്ളിങ് ഡൗൺ വൈൻഡപ്പ് ചെയ്യാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ഒരു വിരോധമില്ല. പിന്നെന്താണ്, നല്ല രീതിയിൽ ജീവിക്കുക, പിന്നെ എന്താണ്, നല്ല വ്യക്തികളായി മാറുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പിന്നെ 10-58 വയസ്സല്ലേ, ഇനിയൊക്കെ ഒന്ന് ഒതുങ്ങിയൊക്കെ ജീവിക്കുക, മനസ്സിലായി. സ്നേഹത്തോടെ ജീവിക്കുക, മനസ്സിലായി. സ്നേഹത്തോടെ ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കോടതിയിൽ എന്ന് വെച്ചാൽ കോടതിയിൽ എവിഡൻസിനെ ബേസ് ചെയ്തേ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ദിലീപ് ആണെങ്കിലും ഇനി ഒരു ഇത്രയും കാലമായില്ലേ, ഇനി ശാന്തമായിട്ടൊക്കെ അങ്ങോട്ട്
ജീവിച്ച് നല്ല കുടുംബജീവിതം നയിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതല്ലേ നല്ലത്. മനസ്സിലായി? വെറുതെ ആവശ്യമില്ലാതെ സമാധാനം നഷ്ടപ്പെടുത്തി അന്യനെ കൊല്ലാനും പിന്നെ തൂത്തുവാരാനൊക്കെ പോവാതെ അവനവന്റെ കാര്യം നോക്കി ഹെൽത്തി ആയിട്ടൊക്കെ ജീവിക്കുന്നതല്ല നല്ലത്, സമൂഹത്തിന്റെ ഭാഗമായിട്ട്. മനസ്സിലായി? അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റാരെ ഉപദ്രവിക്കാതൊക്കെ ഒന്ന് ജീവിക്കാൻ നോക്ക്. അപ്പൊ ഇതൊരു ലൈവാണ്. പോർബദനി ഹോൻ കാൽവെട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അടുത്ത ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം എപ്പോഴാണെന്നുള്ളത് നമുക്ക് പിന്നാലെ എന്ത് ചെയ്യാം, പുള്ളിയും ഗണശ്രമം ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞ ഈ പ്രശ്നത്തിന്റെ ഒക്കെ ഒരു തുടക്കം മനസ്സിലായില്ലേ? ആ ഒരു ദുർമോഹമായിരുന്നു. 2017 ദിലീപിനെ അറസ്റ്റ് ചെയ്തെങ്കിലും മനസ്സിലായില്ലേ? പിന്നീട് കേസിന്റെ നാൾ വഴികൾ മനസ്സിലായില്ലേ? 2017 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ദിവസം അങ്ങനെ 84 ദിവസം കൊണ്ട് ജയിലിൽ കിടന്നു എന്നൊക്കെ പറയുന്ന കേട്ടു. പിന്നെ ശ്രീലേഖ IPS അങ്ങനെ പറഞ്ഞെന്നോ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയുന്നു. എന്ത് തന്നെയാണെങ്കിലും പിന്നെ സാധാരണ നാട്ടിൽ മലയാളികൾ പറയുന്നുണ്ട്, ചത്തത് കീജനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയാം. പിന്നെ കോടതിയാണെങ്കിലും ഇപ്പൊ കല്ലിനെയാണ് ശിക്ഷിച്ചത്. കല്ല് എറിഞ്ഞവൻ ഇപ്പോഴും പുറത്തു തന്നെയാണ്. മനസ്സിലായി? അരിയാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിൽ എന്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ആളുകൾ അങ്ങോട്ട് അരിയാരം കഴിക്കുന്നവരേട്ടാ ഇന്നസെന്റേ പോയിട്ടുള്ളൂ. ഇന്നസെന്റ് അനുകരിക്കാനുള്ളവരൊന്നും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അതുപോലെ മാമുക്കയെ പോയിട്ടുള്ളൂ. മാമുക്കയുടെ സൗണ്ടിൽ സംസാരിക്കാനുള്ളവരൊന്നും ഇപ്പോഴും ഭൂമിയിൽ ഉടലോടെ ശരീരത്തിൽ തന്നെ ജീവനോടെ ഉണ്ട്. അതുകൊണ്ടാണ് പഠിക്കാം. അതുകൊണ്ട് ഇനിയാണെങ്കിലും കാവ്യമാധവനാണെങ്കിലും ദിലീപാണെങ്കിലും അവനവന്റെ വേറെ ഉപദ്രവത്തിനൊന്നും പോവാതെ ഈ നിങ്ങളുടെ റിലേഷനേ തെറ്റാണ്. യഥാർത്ഥ വൈഫ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് മഞ്ജു വാര്യർ ആൻഡ് പിന്നെ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപാണ്. നിങ്ങളുടെ വിവാഹം പോലും നിങ്ങൾ ഒളിച്ചോടിയാണ് നടത്തിയത്. അപ്പൊ ആ ഒരു ബന്ധം കീപ്പ് ചെയ്ത് റിലേഷൻ കീപ്പ് ചെയ്യുന്നതിലാണ് മൃഗം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. പിന്നെ 2017 ശേഷം അറസ്റ്റ് നടന്നു. പിന്നെ അതിനുശേഷം പിന്നെ കോടതിയുടെ നാൾ വഴികൾ, പിന്നീട് അതിനുശേഷം കോവിഡ് ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ഇതിനിടയ്ക്ക് ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയ്ക്ക് 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാര് രാജിവെച്ചു. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന കാര്യങ്ങളൊന്നും ജഡ്ജി എഴുതിയെടുക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു, ആ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്ത് ചെയ്തു, രാജിവെക്കാൻ ഇടയിത്തീർന്നു. പിന്നെ അതുകൂടെ തന്നെ 2025 ഡിസംബർ 8 ആയപ്പോഴത്തേക്കും കേസിന്റെ വിധിയും കടന്നു വരാൻ ഇടയിത്തീർന്നു. കോവിഡ് വന്നപ്പോൾ ആളുകളെ 2 തട്ട തിരിച്ചു എന്ന് പറയുന്നത് പോലെ ഡിസംബർ 8 ശേഷം സോഷ്യൽ മീഡിയ എന്തായി 2 ചേരിയായി മാറി. ഒന്ന് ദിലീപ് സപ്പോർട്ടേഴ്സും മറ്റത് ആന്റി ദിലീപേഴ്സും. നമ്മൾ ഫിസിക്സ് പഠിക്കണം, പ്രോട്ടോണും ആന്റി പ്രോട്ടോണും, ന്യൂട്രോണും ആന്റി ന്യൂട്രോണും, അതുപോലെ തന്നെ ഇലക്ട്രോണും ആന്റി ഇലക്ട്രോണും. അതുപോലെ ഫിസിക്സ് കുറച്ചും കൂടെ പഠിച്ചു വെട്ടായി എന്നല്ല പറയുന്നത്, കുറച്ചും കൂടെ ആഴത്തിൽ ഫിസിക്സ് വിഷയം പഠിച്ചു കഴിഞ്ഞാൽ മാറ്ററും എന്താണ് ആന്റി മാറ്റർ പ്ലസ് ആന്റി മാറ്റർ സികളുടെ അനിലേഷൻ എന്ന് പറയും കേട്ടോ. യൂണിവേഴ്സിനെ കുറിച്ചും കോസ്മോളജിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മാറ്ററും ആന്റി മാറ്റർ സികളുടെ അനിലേഷൻ. അതുപോലെ ഇന്ന് കാണുന്ന ഈ സിസ്റ്റം ഒക്കെ ഒരു കാര്യം ഓർക്കുക, അനീതിയുള്ള സിസ്റ്റം ഒക്കെ എന്താണ്, വെറും ടെമ്പററിയാണ്, താൽക്കാലികമാണ്. വെള്ളത്തിൽ അതുകൊണ്ട് ഈ അനർത്ഥം കണ്ടു ഭയപ്പെട്ടു. ഇത് വെറും കുമിള പോലെയാണ്. ഈ കഷ്ടമൊക്കെ വെറും എന്താണ്, ഒരു ഉറുമ്പടിക്കുന്ന നേരം പോലെ വെറും താൽക്കാലികം മാത്രമാണ്. യഥാർത്ഥമായ ലൈഫ് ഇതൊന്നും അല്ല. അപ്പൊ യഥാർത്ഥമായ ലൈഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എറ്റേണൽ ലൈഫാണ്. അതായത് സനാതനമായ ജീവൻ. മനസ്സിലായി? ആ സനാതനമായ ജീവനിലേക്ക് സ്വാഗതം. ഇതൊന്നും അല്ല ഇപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഒരു 80ഓ 90ഓ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സോട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് ഗ്രഹങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ചില ഇതിലൊക്കെ വായിക്കുന്നുണ്ട് തുടി, അതായത് നിമിഷം മാത്രം എന്നൊക്കെയാണ് പറയുന്നത്. ഫിസിക്സ് ഒക്കെ ആഴത്തിൽ പഠിക്കുമ്പോഴത്തേക്കും ഭൂമിയിലെ മനസ്സിലായി 1000 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പിന്നെ ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിലേറ്റീവ്, അതായത് ഏൻഷ്യന്റ് റിലേറ്റീവ് പഠിക്കുമ്പോഴത്തേക്കും ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാത്താണ് കുഴപ്പം. ഇങ്ങനെയൊക്കെ വായിക്കുന്നവരൊന്നും അങ്ങനെ എന്ത് ചെയ്യത്തില്ല. അവർക്ക് എൻഗേജ് ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. ഒന്നീ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്സോ നന്നായിട്ട് പഠിച്ചു വെച്ചു. മിക്കവാറും പല സയന്റിസ്റ്റുകളും വിവാഹം പോലും കഴിക്കാതെ ISROയ്ക്ക് വേണ്ടി സ്പേസ് സ്റ്റേഷന് വേണ്ടി ജീവിക്കുന്നുണ്ടെന്നാണ്. കാരണം അവർക്ക് ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ടെങ്കിൽ അവർക്കിങ്ങനെ പീഡിപ്പിക്കാനും പിന്നെ കൊല്ലാനും അടിവാളം എടുക്കാനും സമയം. കാരണം അവർക്ക് ഒരുപാട് ജോലികൾ അവരുടെ ജീവിതത്തിൽ. അപ്പം ഭൂമിയിൽ 1000 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസം പോലെ. അതാണ് റിലേറ്റീവ്. ഇത് പ്രപഞ്ചത്തിലെ പല സത്യങ്ങളും ഇന്നും നമുക്ക് മനസ്സിലാക്കാതെ മനസ്സിലായി. അതുപോലെ തന്നെ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, അത് തന്നെ ഇപ്പോഴും റിസർച്ചബിൾ സബ്ജക്റ്റ് ആണ്. അങ്ങനെയൊക്കെ മനസ്സ് വേറെ ഏതെങ്കിലും നല്ല വഴിയിലോട്ടൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ അങ്ങോട്ട് തിരിക്കട്ടെ. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കൂടി പോയത് ഫോർ ബദനി ഹവൻ കാർഡർ ലിബർട്ടി ആൻഡ് ആൾസോ വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. മനസ്സിലായി? ഫോർ ഗോഡ് സോ ലോർഡ് ദി വേൾഡ് ദാറ്റ് ഹി ഗേവ്സ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂസോഎവർ believes in him shall not perish but everlasting life. Stand fast and liberty worth the crisis ministry and be not entangled against your account. അപ്പൊ ദിലീപിനോട്
ഫോർ ബദനിഹൻ കാണ്ടറിൽ പറ്റി നാമിനെ അടിമത്തിൽ കൂടി പോരുത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയെങ്കിലും നല്ലൊരു പിന്നെ ഈ തരികിടക്കും കിരികിടക്കൊന്നും പോവാതെ നാളെ നിങ്ങളുടെ ഏതൊരു സിനിമയൊക്കെ വരുന്നു പറയുന്നു. സോഷ്യൽ മീഡിയ 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, സപ്പോർട്ട് ചെയ്യാത്തവർ. നിങ്ങളെ സിനിമ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പിന്നെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടെയാണ് പറയുന്നത്. ഇനി ഇപ്പൊ പ്രായം 58ആയി. ഇനിയൊക്കെ പിന്നെ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് വയസ്സിൽ കൂടെ ഒരു മകളുണ്ടായി. ഇനി ആ കുഞ്ഞുങ്ങളുടെ എങ്കിലും ഭാവി മനസ്സിൽ കണ്ടുകൊണ്ട് മര്യാദയ്ക്കൊക്കെ ഒതുങ്ങി സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനമായിട്ടൊക്കെ ജീവിച്ച് ആരെ ആക്രമിക്കാതെ കൊല്ലാതെ എന്തായാലും ഭാഗ്യത്തിന് അതിജീവിതക്കൊന്നും ജീവൻ നഷ്ടപ്പെട്ടില്ല. അത് തന്നെ നമുക്കൊരു ആശ്വാസം. അതും കൂടെ സംഭവിച്ചെങ്കിൽ ആജീവനാഥം നിങ്ങളുടെ മനസാക്ഷി നീറി ഒരു അരവട്ട് പോലെ ആയിപ്പോയി. ഇത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവനവനൊരു പെങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരൂ. മനസ്സിലായി? ദിലീപിന് ഒരു മകളുണ്ടല്ലോ, ദിലീപിന്റെ മോളെയാണ് ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദിലീപ് സഹിക്കും. അപ്പൊ ദിലീപിന്റെ 2ാമത്തെ മോളെയാണ് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് സഹിക്കോ? വത്സേ അങ്ങ് പറഞ്ഞോന്ന് പറയും. ദിലീപ് കൊടുവാളോട്ട് നിൽക്കും. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊരു പെങ്ങളുണ്ടെങ്കിൽ, അല്ലെ അവനവന്റെ ഭാര്യയെ പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അവനവന്റെ പിന്നെന്താണ് സഹോദരിയെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. അതുപോലെ ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ ഭാര്യയെ പറഞ്ഞാൽ ഫീൽ ചെയ്യും. ഒരുവന്റെ ഭർത്താവിനെ പറഞ്ഞാൽ ഫീൽ ചെയ്യും. അതുപോലെ ദിലീപ് കരുതിയാൽ മതി. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമായിരുന്നു. അല്ലാതെ ഇങ്ങനത്തെ പിന്നെ എന്താണ് ഇടപാടുകളൊന്നും വേണ്ടായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും തൽക്കാലം ഫോർ ബദനിഹൻ കാണൽ പറ്റി നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ഈ ലൈവ് ഞാൻ തൽക്കാലം ഈ വീഡിയോയുടെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും പുതിയ പോയിന്റ്സും പുതിയ ഇൻഫർമേഷനും പുതിയ അറിവുകളും പുതിയ പത്ര കട്ടിങ്സും പോലെയുള്ള പിന്നെ ഇൻഫർമേഷനൊക്കെ തേടി വീണ്ടും ഈ വാർത്തകളെന്നൊക്കെ വിപുലീകരിക്കാം. കൂടുതൽ വാർത്തകളായിട്ട് വീണ്ടും കാണുന്നതുവരെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പിന്നെ മനസ്സിലായില്ലേ, ദിലീപിന്റെ മകൾക്കാണെങ്കിലും നല്ലൊരു പ്രൊഫഷനാണ് കിട്ടിയത്. മെഡിക്കൽ പ്രൊഫഷനാണ്, നല്ല ഡോക്ടറാണ്, അവളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഈ തരികിടയൊക്കെ മതിയൊക്കെ മാനം മര്യാദയ്ക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടുന്നൊക്കെയുള്ളതായിട്ട് ജീവിക്കും. മനസ്സിലായി? നിങ്ങളുടെ പടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ജീവിക്കുക. പിന്നെ അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇതുണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ എന്താണ് പിണറായി വിജയനൊക്കെ എന്ത് ചെയ്തു? പിണറായി വിജയൻ നിങ്ങളെ പിന്നെ അതിജീവിതയെ വീട്ടിൽ കയറ്റി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തന്നതൊക്കെ പറയുന്നു. മനസ്സിലായില്ലേ? അതിന് ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ നിങ്ങളുടെ കാര്യം. മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ പക്ഷെ എങ്കിലും പിന്നെ എന്താണ് ഞാൻ പറയുന്നത്, പുള്ളി സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ പറയുന്നത് അതിജീവിതം ചെയ്യേണ്ട പുള്ളിങ് ഡൗൺ ഓഫ് ഫ്രീ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൂറൊക്കെ പോയിട്ട് ഹസ്ബൻഡിന്റെ കൂടെ ചേർന്ന് എന്ത് ചെയ്യുക, നല്ല ബുക്കുകളൊക്കെ വായിക്കുക, നല്ല യൂട്യൂബറായിട്ട് മാറുക. അതുപോലെ തന്നെ എന്തെങ്കിലും പാട്ടോ മിമിക്രിയോ നൃത്തമോ അങ്ങനെ എന്തെങ്കിലും സ്കിൽസ്, നൃത്തമോ അല്ലെങ്കിൽ തന്നെ നൃത്തത്തിൽ തന്നെ പലതുണ്ടല്ലോ, ഭരതനാട്യമോ കുച്ചിപ്പടിയോ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കി സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. നമ്മളൊരു പെങ്ങളെ പോലെ പറയണം. ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിൽ അതൊരു വിഷയമല്ല. ഫ്രീ ആയിട്ട് അങ്ങ് എന്ത് ചെയ്യുക, എൻജോയ് ജീവിക്കുക. കഴിഞ്ഞത് ഒരു ദുസ്വപ്നം പോലെ എന്ത് ചെയ്യുക, അങ്ങ് മറക്കുക. ഫോർ ബദനിഹൻ കാണ്ടറിൽ ബട്ട് മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫോർ ബദനിഹൻ കാൽബട്ടി. ഈ കഴിഞ്ഞ കാര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്നു കളഞ്ഞവൻ. അതിജീവിതയോടെ എനിക്ക് അതേ പറയാനുള്ളൂ. ഒരു ദുസ്വപ്നം പോലെ, അതൊരു സ്വപ്നം മാത്രം. മനസ്സിലായില്ലേ? ഫോർ ബദനിഹൻ കാണ്ടറിൽ ബട്ട്. കഴിഞ്ഞ കാര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറന്നാൽ മാത്രം മതി. വേറെ അല്ലാതെ ചിന്തിച്ചൊന്നും എന്ത് ചെയ്യണ്ട. അതിനെക്കുറിച്ച് തലഭാഗത്തുണ്ട. ഫോർ ബദനിഹൻ കാണ്ടറിൽ ബട്ട്. അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്താണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. നൗ മേ ദി ലോർഡ് ഓഫ് പീസ്, എന്താണ് ഹിംസെൽഫ് ഗിവ് പീസ് ആൾവേസ് ആൻഡ് ദി ലോർഡ് ബി വിത്ത് യു ഓൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇസ്ലാമിന്റെ ദുരുപദേശങ്ങൾ അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. അതുപോലെ നോൺ മുസ്ലിംസിനെ എങ്ങനെ കൈയും കാലും വെട്ടണമെന്നുള്ളതും അതുപോലെ തന്നെ അവരെങ്ങനെ ദ്രോഹിക്കാം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ വിഷമതം പഠിപ്പിക്കുന്നു, പോയിസൺ മതം പഠിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. സൂറ 9:5, 9:123, 8:12, പിന്നെ അതുപോലെ തന്നെ 8 സംതിങ് ഒക്കെ പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? 49 വായിക്കും.
മനസ്സിലായില്ലേ? 2:223 വായിച്ചപ്പോൾ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാത്തൊരു മതമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ 4:24, 34 വായിക്കുമ്പോഴത്തേക്ക് സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് അല്ലെങ്കിൽ ഡിസോണർ ചെയ്യുന്ന ഒരു മതമാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. പിന്നെ എന്താണ് ഫോർ ബുധനിഹൻ കാണ്ടറിൽ പറ്റി മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാൻ ക്രിസ്തേശു കൃപ നൽകട്ടെ. പുള്ളിങ് ഡൊണസ്റ്റോഫോൺസ്. അതുകൊണ്ട് എന്തായാലും ഭാരപ്പെടണ്ട. പുള്ളിങ് ഡൊണസ്റ്റോഫോൺസ്. അപ്പൊ ഇനി അടുത്ത തവണ ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ ഒരു വോളിയം നിർത്തുന്നതിന്റെ അർത്ഥമുള്ളൂ. ഇനി കൂടുതൽ വാർത്തകളും വിശദീകരണങ്ങളും പത്രക്കുറിപ്പുകളും പിന്നെ നല്ല തെളിവുകളുമായിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായല്ലേ നമ്മൾ തുടങ്ങിയിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശദീകരണങ്ങളായിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ പുള്ളിങ് ഡൊണസ്റ്റോഫോൺസ് ഫോർ ബുധനിഹൻ കാണ്ടർ ലിബർട്ടി പുള്ളിങ് ഡൊണസ്റ്റോഫോൺസ് കൂടുതൽ വാർത്തകളും ഇപ്പൊ തൽക്കാലം നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ ഏതാണ്ട് 65ഓളം മിനിറ്റായി. മനസ്സിലായി? നമ്മൾ ഏകദേശം തുടങ്ങിയിട്ട് 1 മണിക്കൂറും 6 മിനിറ്റും ഏതാണ്ട് 5-10 സെക്കൻഡ് ആവാറായി. അപ്പൊ തൽക്കാലം ഞാൻ അവിടെ നിർത്തുകയാണ്. പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത്രയും ഫാക്ട്സ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചു. ഇനി നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണമെന്നും അതുപോലെ ഏതാണ് സത്യം ഏതാണ് കള്ളം. നമ്മളൊന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്കോ കോൺസ്റ്റിറ്റ്യൂഷനോ ജഡ്ജിക്കോ ഒരു വ്യക്തികൾക്കോ എതിരല്ല. പക്ഷെ തിന്മകൾക്കും അതുപോലെ തന്നെ അസത്യത്തിനും അനീതികൾക്കും എല്ലാം എതിരാണ്. മനുഷ്യനാവുമ്പോൾ തെറ്റ് പറ്റാം. അപ്പൊ തെറ്റ് പറ്റി ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും പോലെ ഒരു നല്ല സെൻസിൽ എടുക്കുന്നവർക്ക് നല്ലതാണ്. മനസ്സിലായില്ലേ? ക്രിറ്റിസിസം എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്കൊരു വളർച്ച മനസ്സിലായി ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. ഫോർ ബുധനിഹൻ കാണ്ടർ. ഇനി ഒരു അവസരത്തിൽ വീണ്ടും കാണുന്നതുവരെ ഇപ്പൊ തൽക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് ഇത് IST ആണ്. ഏകദേശം നിങ്ങൾക്ക് 9:20 കഴിഞ്ഞ സമയം. അതുപോലെ ഗൾഫ് രാജ്യങ്ങളെല്ലാം വേറെ സമയമായിരിക്കും. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ വേറെ സമയം. അമേരിക്കയിൽ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവിടെ ഇപ്പം ഏകദേശം ഒരു 11 മണി, അത് സൂര്യൻ ഉദിച്ച് ഏതാണ്ട് ഒരു 11 മണിയിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗുഡ് നൈറ്റ് ഇപ്പൊ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് നൈറ്റ് പറയാം, പക്ഷെ ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് നൈറ്റ് ആണ്. പക്ഷെ അമേരിക്കക്കാർക്ക് ഉണ്ടല്ലോ, ഇന്ത്യയിലുള്ളവർക്ക് ഈ സമയത്ത് ഗുഡ് നൈറ്റ് ആണ്. കാരണം ഇന്ത്യ സമയം IST സമയം അനുസരിച്ച് ഗുഡ് നൈറ്റ് ആയിരിക്കും. പക്ഷെ അമേരിക്കക്കാർക്ക് ഇപ്പം ഗുഡ് മോർണിംഗും അല്ല ഗുഡ് ആഫ്റ്റർനൂണും അല്ലാത്തൊരു സമയമാണ്. അപ്പൊ ദിലീപിന്റെ വിഷയമായിട്ട് വീണ്ടും കാണാം. എന്തായാലും അതിജീവിതയെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഗൾഫുകാർക്ക് വേറെ സമയം അല്ലെ, ഗ്രീൻവിച്ച് മീൻ ടൈമിനെ കുറിച്ച് ഫിസിക്സും ജോഗ്രഫിക്കും ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ അതുപോലെ വീണ്ടും പാട്ടും മെമിക്രിയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളടക്കം വീണ്ടും കാണാം. ഫോർ ബുധനിഹൻ കാണ്ടർ. Now may the Lord of Peace himself give peace always in every the Lord with you all. Pulling do not set up. God is not the other confusion but of peace. Stand fast for liberty or the crisis ministry and be not entangled against the occupant. Now may the Lord of Peace himself be always in every the Lord with you all exceeding. Stand fast for liberty or the crisis ministry നാമിനെ അടിമത്തിൽ കൂടി വരും. സമാധാനത്തിന്റെ ലോഡായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറട്ടെ. ലോഡ് നിങ്ങളോട് ഇരിക്കുമാറട്ടെ. പുള്ളിങ് ഡോണഫ് No, may the Lord of Peace himself be always and the Lord with you all. Exceeding joy, great joy, Lord of Peace, pulling down of good is not the other confusion but of peace. സ്വാതന്ത്ര്യത്തിനെ സമയം സ്വാതന്ത്ര്യമാക്കി ആകെല്ലാം ഉറച്ചിപ്പിൻ നാമിനെ അടിമത്തിൽ കുടിയും പോരുത്. ഡു നോട്ട് പുള്ളിങ് ഡോൺ. സ്വാതന്ത്ര്യത്തിനെ സമയം സ്വാതന്ത്ര്യം ആകെല്ലാം ഉറച്ചിപ്പിൻ നാമിനെ അടിമത്തിൽ ഇംഗ്ലീഷ് വായിക്കുമ്പോഴത്തേക്കും ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾ അഗൈൻ വിത്ത് ദ യോക്ക് ബോണ്ടേജ്. സ്വാതന്ത്ര്യത്തിനെ സമയം സ്വാതന്ത്ര്യം ആകെല്ലാം ഉറച്ചിപ്പിൻ നാമിനെ യോക്കോ ബോണ്ടേജ്, അതായത് അടിമത്തിൽ എന്ത് ചെയ്യരുത്, കുടുങ്ങി പോരുത്. മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തമയ സ്വാതന്ത്ര്യമൊക്കെ അകലിൽ ഉറച്ചുപിൻ നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. പുള്ളിങ് ഡോണഫ്. എന്തായിരുന്നാലും ഫോർ ബുധനിഹൻ കാണ്ടർ ലിബർട്ടി ഫോർ ബുധനിഹൻ ലിബർട്ടി നാമിനെ അടിമത്തിൽ കുടി പോരുത്. നോ മേ ബി ഫ്രീ പീസ് യു. ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് പീസ്. Asri Visu, no may the four Bethany Hungal, but Asri Visu, no may the God of peace be with you. Amen. Pulling that off. No, God is not the other confusion but of peace. Stand fast in liberty with the crisis ministry and be not entangled again the opposite day. Four Bethany Hungal, no may the God of peace be with you. Amen. Pulling that off. അപ്പൊ ദേ പോയി ഇതാ വന്നു.